Okay, so good evening and welcome back. നമ്മൾ നമ്മുടെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇതിനോടകം നമ്മൾ 9 മോഡ്യൂളുകൾ പ്രാക്ടിക്കലായി തന്നെ പരിശീലിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്താണ്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ആവശ്യകത, അതിന്റെ പ്രസക്തി തുടങ്ങിയ കാര്യങ്ങൾ ഒന്നാമത്തെ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ മോഡ്യൂളിൽ നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ മോഡ്യൂളിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു രീതിയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് സമീപിച്ചു. നാലാമത്തെ മോഡ്യൂളിൽ നമ്മൾ ഹാർമോണിയസ് സ്പിരിച്വൽ ഇന്റഗ്രേഷൻ, നമ്മൾ സ്പിരിച്വൽ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്നസ് ഹ്യൂമൻ എന്നുള്ളൊരു സംഗതി നമുക്ക് എങ്ങനെ ഹാർമോണിയസ് ആയി ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നോക്കി. അഞ്ചാമത്തെ മോഡ്യൂളിൽ നമ്മൾ മനോഹരമായ മൂഡ് ഡിസൈനിങ്ങിന്റെ ടൂള് പഠിച്ചു. ആറാമത്തെ മോഡ്യൂളിൽ നമ്മൾ ന്യൂറോ സയൻസിന്റെയും ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെയും സാധ്യതകൾ നമ്മൾ സമഗ്രമായി പരിശോധിച്ചു. ഏഴാമത്തെ മോഡ്യൂളിൽ ഹീലിംഗ് ഇനീഷ്യേറ്റീവ്, എങ്ങനെയാണ് നമ്മൾ ഹീലിംഗിനെ ഇന്റഗ്രൽ ഓപ്റ്റിമിസം സമീപിക്കുന്നത് എന്ന് കണ്ടു. എട്ടാമത്തെ മോഡ്യൂളിൽ ബ്രെയിൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഗോളുകൾ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ പോകുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കി. ലാസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ബ്രെയിൻ വേവ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടകം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇനി അവസാന മോഡ്യൂളിൽ നമ്മൾ ഓരോ മോഡ്യൂളിനോടൊപ്പവും മിക്ക മോഡ്യൂളിനോടൊപ്പവും നമ്മൾ ഓരോരോ തെറപ്പികൾ, ടെക്നിക്കുകൾ, അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജികളും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ ഒരു ബ്യൂട്ടിഫുൾ തെറപ്പി വർക്കിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മുമ്പ് ആസ് യൂഷ്വൽ ചോദ്യങ്ങൾ, ഷെയറിങ്ങുകൾ, കമൻറ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ പറ്റാവുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വന്നോളൂ, നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് മിണ്ടാം. മോമൻജി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്കൊരു ഫ്രീ തെറപ്പി ഗ്രൂപ്പ് ഉണ്ടെന്ന്. ആ അതിൽ നമ്മളുടെ TMFS ആ ഡയഗ്നോസ്റ്റിക് ടൂൾ അതുകൊണ്ട് അവരെ ചെയ്യിച്ചു. ആ എല്ലാവരും ഭയങ്കര സ്റ്റണ്ടായിപ്പോയി. ഇത്രയും ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു വഴി കൂടി അവര് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്ന്. യാ അവര് പറഞ്ഞു ആം, അത് 100% സത്യമാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ അതിനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആ റിയൽ വാല്യൂ, ഫേക്ക് വാല്യൂ, അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ അവര് പറഞ്ഞു ആ, അത് അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് അല്ലേ നമ്മളെ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും വിൻഡോയിൽ കൂടി പുറത്തേക്ക് പോണത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഞാൻ യാ ഈ ആഴ്ച ഞാൻ നമ്മളുടെ ഈ ബ്രെയിൻ വേവ്സിനെ പറ്റി അതിൻ്റെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റി ഈ ആഴ്ച പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ½ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആ ½ അവർക്ക് റിലാക്സേഷൻ കൊടുക്കാറാണ്. അപ്പോൾ ആ ½ അത് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ 2-3 ഗോൾ സെറ്റ് ചെയ്തിരുന്നു, അതിലൊന്നുപോലും നടന്നില്ല എന്നുള്ളത് സത്യം. അപ്പോൾ യാ അത് ഭയങ്കര, അപ്പൊ ഞാൻ പറഞ്ഞു അത് കഷ്ടമായി പോയി, അറ്റ്ലീസ്റ്റ് ഒന്ന് നടന്നിരുന്നു വെച്ചാൽ ഒരു ഹാപ്പിനെസ് കിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത് ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു ഫേമിൽ വർക്ക് ചെയ്യണേ. അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഒരു കാര്യം അറിയാമെന്ന്. അപ്പൊ അവർ അതിന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചു.
അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇതാ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഓ ഇങ്ങനെ ഒന്ന് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇതിനി പയറ്റാല്ലേ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പയറ്റാ, അതിനാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഇതിലിങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു സ്കൂൾ കുട്ടികൾക്ക് ചില ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ ആ ഗ്രൂപ്പില്. അപ്പൊ അവരോട് പറഞ്ഞു ടീച്ചേഴ്സിനൊക്കെ ഗോൾ സെറ്റിംഗ് നിങ്ങൾ കുട്ടികളോട് പറയുന്നുണ്ടെങ്കിൽ അവരോട് ഇതുപോലെ പറയാം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം അതിൽ സീരിയസ്നെസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി. അപ്പം അത് നല്ലൊരു ടൂളാണെന്നുള്ളത് ഒന്നും കൂടി എനിക്ക് ഉറപ്പായി. അപ്പം താങ്ക് യു വെരി മച്ച്. ഇന്നത്തോടെ ക്ലാസ് കഴിയുന്നുള്ളത് എനിക്കൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ടൂളുമായിട്ട് വരാന്ന്. ആ അതാണ് അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ ഇഷ്ടം പോലെ നമുക്ക് സംഗതികളില്ലേ. പക്ഷെ എന്നാലും ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ എന്തായാലും റംസാൻ കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോ ആ തുടങ്ങുന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഫെബ്രുവരി പോകുമ്പോ 19th തുടങ്ങും. കുറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേണമെങ്കിൽ ക്ലാസ് എടുക്കും. പക്ഷെ കുറെ പാർട്ടിസിപ്പൻസ് നമ്മുടെ ആ ഈ നോമ്പെടുക്കുന്ന ആളുകളാവുന്ന സമയത്ത് ഉം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടായിരിക്കും അത്. ബുദ്ധിമുട്ടുകള്, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രയാസമായിരിക്കും. സ്ത്രീകൾക്ക് ഉം പ്രയാസമായിരിക്കും. അതാണ് ഗസ്റ്റ് ഒക്കെ വരികയൊക്കെ ചെയ്യുമ്പോഴേ അപ്പൊ ക്ലാസ് പല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. പോയിട്ട് അതുപോലെ ഇരിക്കാൻ തന്നെ പറ്റില്ല. കുറെ പ്രാർത്ഥനയുടെ ഒക്കെ ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഉം. വരുന്ന സമയത്ത് നമുക്കൊരു മാസം ബ്രേക്ക്, ഓ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ മോഡ്യൂള് പഠിക്കാനുള്ള സമയം ആ. ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ ഞാൻ അപ്പോഴത്തേക്ക് പയറ്റി തെളിയാം. ഓക്കെ, അതെ. താങ്ക് യു മാമജി. ഓക്കെ, വെൽക്കം. Good evening, അപ്പം sir. പറഞ്ഞോളൂ ജാസ്മിൻ. യെസ്, ആക്ച്വലി എല്ലാരും പറഞ്ഞ പോലെ ഈ TMFS ഒരു 3 ഡിഫറെന്റ് ഗ്രൂപ്പ്സിന് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഓ, ഗ്രേറ്റ്. 3 ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്. വൺ വാസ് ദ ഗ്രൂപ്പ് ഓഫ് യങ് മാരിഡ് ലേഡീസ് വിത്ത് ചിൽഡ്രൻ. അത് എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അവരിപ്പം വലുതായി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി. അപ്പൊ അവരൊരു സെഷന് വേണ്ടി വിളിച്ചപ്പോൾ ഈ മാരിറ്റൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ഐ വാസ് ഡിസ്കസിങ് TMFS. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 9th ഗ്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഗോൾ സെറ്റിങ്ങിന് TMFS അവർക്ക് കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ വേറൊരു ഗ്രൂപ്പിനും അങ്ങനെ 3 ഗ്രൂപ്പിന് അൽഹംദുലില്ലാ ഇറ്റ് വാസ് വെരി വെരി യൂസ്ഫുൾ. ഓൾസോ ഒരു പേഴ്സണൽ കൗൺസിലിംഗ് കേസിലും അത് കൊടുത്തിരുന്നു TMFS. സോ ദാറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഡയറ്റിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷന് ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഞാൻ എത്രയോ കാലമായിട്ട് ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ബിഫോർ 7 എങ്കിലും ഐ ട്രൈ ടു ഫിനിഷ് മൈ ഡിന്നർ. അത് വീട്ടില് എല്ലാരും അവരെ ഇഷ്ടമുള്ള പോലെ ആയിരിക്കും കഴിക്കുക. ബട്ട് ഐ സ്റ്റിക്ക് ടു മൈ ഡയറ്റ്. സംടൈംസ് ഇറ്റ് വിൽ ജസ്റ്റ് ബി സാലഡ് ആൻഡ് യോഗേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചാല് ബാക്കിയുള്ളവർക്ക് അവരുടെ ഫുഡ്, ബട്ട് ഫോർ മീ മൈൻ. ആൻഡ് മെലറ്റോണിന്റെ ഇഷ്യൂസും പിന്നെ ഇത് 8 to 9 10 hours സ്ലീപ്പിന്റെ ഒരു ആവശ്യകതയും ഒക്കെ ഞാൻ എത്രയോ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈയിടെയായിട്ട് ജോലിക്ക് കയറിയപ്പോൾ അതൊക്കെ തെറ്റി. മൈ സ്ലീപ്പ് ആൻഡ് എവറിത്തിങ് ബിക്കോസ് ഓഫ് ഓൾ ദ വർക്ക് ലോഡ് ആൻഡ് യു ഹാവ് ടു മീറ്റ് ഡെഡ് ലൈൻസ് ആൻഡ് അതൊക്കെ വന്നപ്പം എല്ലാം തെറ്റി. പക്ഷെ അൽഹംദുലില്ലാ ബിക്കോസ് ഓഫ് ദ ക്ലാസ് ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. ഈ ഒരു ക്ലാസ് കൊണ്ടിട്ട് ഗെറ്റ് ഇറ്റ് ബാക്ക് ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. നമ്മൾ ഏത് സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല, നമ്മൾ നമ്മളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെ പോയാലും നമുക്ക് ശരിയും തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കും. ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഉത്തരം പറയാതെ ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ് ഡിസ്കഷന് വേണ്ടിയിട്ട്. ഇപ്പോഴല്ല, നിങ്ങൾ ആലോചിക്കാൻ മതി. നിങ്ങൾ സ്മാർട്ട് ഗോള് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ. ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഈസ് ഇറ്റ് സ്മാർട്ട്? അത് ഈ പറയുന്ന പോലെ സ്മാർട്ട് ആണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഒരു ചർച്ചയൊക്കെ ആവാം അതിനെപ്പറ്റി. എന്തുകൊണ്ടാണ് ഈ ഗോൾ സെറ്റിങ്ങിൽ സ്മാർട്ട് ഗോളിന്റെ ക്ലാസ് ഒരുപാട് എടുത്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ സ്മാർട്ട് ഗോള് പിന്നെ വർക്ക് ചെയ്യുക? ഞാൻ ഈ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന് വേണ്ടി ഇതിലൂടെ അങ്ങനെ കടന്നു പോയ സമയത്ത്
യാദൃശികമായിട്ട് പിന്നെ മറ്റൊരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ ഞാൻ കേട്ട ഒരു വാക്ക്, സ്മാർട്ട് ഗോള് കോൺഷ്യസ് മൈൻഡിനെ മാത്രം ടച്ച് ചെയ്യുന്നതാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്മാർട്ട് ഗോള് ഒരു മിനിമം തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കും ഉള്ളതാണെന്നുള്ളതാണ് അതിൽ കേട്ട ഒരു കാര്യം. ഒരു ചെറിയ അച്ചീവ്മെന്റ്, ചെറിയ സക്സസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്മാർട്ട് ഗോള് ഓക്കെയാണ്. പക്ഷെ അതിനെ വലിയ തലത്തിലേക്ക് കുറച്ചുകൂടി ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് പോരാന്നുള്ളതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്, പക്ഷെ അതിപ്പോൾ പറയുന്നില്ല. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഡിസ്കഷനൊക്കെ നമ്മുടെ ഗ്രൂപ്പിലാവാൻ തോന്നുന്നു. കാരണം നമ്മൾ കേട്ട് പഴകിച്ചൊരു സാധനമാണല്ലോ സ്മാർട്ട് ഗോള്. പണ്ട് ഈ JCIന്റെ ട്രെയിനിങ്ങിലുള്ള സമയത്ത് ഒരുപാട് സ്ഥലത്ത് സ്മാർട്ട് ഗോളിന്റെ ക്ലാസ് എടുത്തതുമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസവുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കൂടുതൽ വായിക്കുകയും പോവുകയൊക്കെ ചെയ്തപ്പോൾ സ്മാർട്ട് ഗോള് പോരാ, നമുക്ക് ഇപ്പൊ എന്നുള്ള ഒരു തലത്തിലേക്കുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കഷനൊക്കെ ആവാം. റൈറ്റ്. സോ വാട്ട് എൽസ്? വേറെ എന്തെങ്കിലും, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് നോക്കിയത്, പ്രയോഗിച്ച് നോക്കിയത്? എനിക്ക് സന്തോഷം തോന്നിയത് നിങ്ങൾ ഒരു 3 ഗ്രൂപ്പിൽ കൊടുത്തു. മീനാക്ഷി മേമ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒന്ന് നമ്മൾ പഠിക്കും, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരും, നമ്മളത് അന്വേഷിക്കും, നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അറിവ് കൊടുക്കാനുള്ളതാണ്, കൊടുത്തുകൊണ്ടേയിരിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരെങ്ങനെ കൊടുക്കുന്നൊരു ചോദ്യമാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരെ ഒക്കെ കണ്ടുപിടിക്കുക, ചെറിയ ചില സംഗതികൾ ഉണ്ടാക്കുക, നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് വളരെ വലുതായിരിക്കും പലപ്പോഴും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നിങ്ങളപ്പോൾ തീരെ കാണുന്നില്ല. ഉണ്ട് സാർ, തിരക്കിലായി പോയി. ഓക്കെ. ഒറ്റ കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു സാർ. സാറിന്റെ സ്മാർട്ടിന്റെ 6 റിയലിസ്റ്റിക് ആൻഡ് റെസൊണേറ്റിംഗ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എഫക്റ്റീവ് ആവുന്ന എനിക്കൊരു ഇതുണ്ട്. നമ്മളതിങ്ങനെ എന്താ പറയാ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എന്താവാത്തത്, സ്മാർട്ട് ആവാത്തതൊരു ഡൗട്ട്. പിന്നെ ഒരു ഡൗട്ട് സാർ, ഈ നമ്മള് ലേഡീസിന്റെ അവർക്ക് കൂടുതൽ കളറിനെ പറ്റിയിട്ട് ഇതുണ്ടാവും പറഞ്ഞില്ലേ? അപ്പൊ ഞാനതിന് ചെക്ക് ചെയ്തപ്പോൾ അത് കാണുന്നത് അവരിൽ XX അല്ലേ, ആണുങ്ങൾ XY. അപ്പൊ 2 X ഉള്ളത് കൊണ്ട് X ആണ് പൊതുവെ ഈ കളറുമായിട്ട് ബന്ധപ്പെട്ട ജീന്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ വെറൈറ്റി കാണാൻ പറ്റുന്നതിന്റെ വൺ ഓഫ് ദ മേജർ റീസൺ എന്ന് ഞാൻ വായിച്ചു സംഭവം. അതുകൊണ്ടാണ് ആ ജീന് വരുന്നത് കൊണ്ടാണ് അവരുടെ ബ്രെയിൻ ഇത്രയധികം എന്താന്ന് വെച്ചാൽ തല നിറയെ കളറായി പോയത്. അതുകൊണ്ടാണ് കളർ ഇങ്ങനെ വാരി വെതറിട്ടിരിക്കുന്നത്. അതെ. കുറച്ചുകൂടി വേൾഡ് ബ്രൈറ്റ് ആയിട്ടും കളർഫുൾ ആയിട്ടും വെറൈറ്റി ആയിട്ടും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ 4th കളറ് ഇത് എല്ലാവരിലും ഇല്ല എന്നാ പറയുന്നത്. എല്ലാവർക്കും അതിന് അത്ര ആക്റ്റീവ് ആണെന്നില്ല എന്തോ ഞാൻ ടെട്ര എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു വേർഡ്. എങ്ങനെ? ഈ കോൺ സെല്ല് സാധാരണ 3 കളർ ഉണ്ടല്ലേ, ഇപ്പൊ നമ്മള് ഗ്രീൻ, അതിന്റെ കൂടെ ചില ലേഡീസിൽ ഇതിന്റെ 4മതൊന്നും കൂടെ ഉണ്ടെന്ന്. പെണ്ണുങ്ങളെ പറ്റി നന്നായി പഠിക്കുന്നുണ്ട് സുജൈൽ വൈ. ഏതായാലും അല്ല, അതൊരു ഡൗട്ട് കുടുങ്ങിയതാണ് സാർ. അന്ന് നമ്മൾ ഇത് ചെയ്തപ്പോഴേ ഡൗട്ട് കുടുങ്ങിയതാണ്. നല്ല കോൺട്രിബ്യൂഷൻ ആണ് അത്. ആ XX സെല്ലിന്റെ അത് നമ്മളന്ന് പറയാതെ പോയ ഒരു സംഗതിയാണ്, പക്ഷെ അതൊരു നല്ല കോൺട്രിബ്യൂഷൻ ആണ്. മോമൻജി, ഇതില് നമ്മൾ എപ്പോഴും നോക്കുമ്പോ കാണുന്നത് വളരെ റെയർ ആയിട്ടുള്ള ആണുങ്ങൾ മാത്രമാണ് ഡാർക്ക് കളേർഡ് ഷർട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടുന്നത്. പൊതുവെ അവർ പ്രിഫർ ചെയ്യുന്ന കളേഴ്സ് വൈറ്റ്, ഗ്രേ, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക്. ഇതാണ് അവരുടെ ഫേവറേറ്റ് കളേഴ്സ്.
ഉം. ഇത് ഇല്ലാത്ത ഒരു ഷെൽഫ് ഉണ്ടാവില്ല എന്നാ തോന്നുന്നത്. കുറച്ച് എന്താ പറയാ, പ്രൊഫഷണൽ ലൈനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ കളേഴ്സ് ആയിരിക്കും. അതിൽ വൈറ്റ് ആയിരിക്കും ഇവരുടെ മെയിൻ. ഉം. അതായിരിക്കും. അത് ലൈറ്റ് ബ്ലൂ. അത് ഉം. കഴിഞ്ഞിട്ടേ ബാക്കി കളേഴ്സ്. അത് തന്നെ എല്ലാം ലൈറ്റ് ഷെയ്ഡ്സിന്റെ പറയുന്നത്. ഡാർക്ക് കളേഴ്സ് ഇവർക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതെ, നമ്മൾ വാങ്ങിക്കൊടുത്ത ടീഷർട്ട് പോലും ഇതേ കളേഴ്സിന്റെ റെപ്ലിക്ക അത് തന്നെയായിരിക്കും അപ്പുറത്തും. അതിൽ പിന്നെ ആകെ ചേർക്കുന്ന മേ ബി ഡാർക്ക് ബ്ലൂ അവർ യെസ്. ബ്ലാക്ക് വാങ്ങും. പക്ഷെ ഷർട്ട് ബ്ലാക്കും ബ്ലൂ ഒന്നും വാങ്ങില്ല. പക്ഷെ ഞാനും നായർ സാബു അങ്ങനല്ല. അതാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഡാർക്ക് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന്. ഷർട്ട്സ് പൊതുവെ ഞാൻ കാണുമ്പോൾ എൻ്റെ മക്കളായാലും ശരി, ഇവിടെ ആശുവായാലും ശരി, അങ്ങനെയുള്ള കുറെ എനിക്കറിയുന്ന ആൾക്കാരെയൊക്കെ നോക്കിയാൽ അവരെല്ലാവരും ഇത് എന്താ പറയാ, ക്രീം ക്രീം കളർ ഇടും. ഓഫ് വൈറ്റ് ഇടുന്ന ഓഫ് വൈറ്റ്. കാണാം. യെസ്, യെസ്, ഉം. യെസ്. അതെല്ലാം അവരൊരു എന്തോ ഫോമൽ എന്നുള്ള ഒരു കളേഴ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഡാർക്ക് കളേഴ്സ് നിങ്ങളെ ഞാനിപ്പോ അന്നൊരു ദിവസം നിങ്ങളൊരു പിങ്ക് ഇട്ടിരുന്നു. അപ്പോഴും വിചാ കൊള്ളാലോ, നിങ്ങൾ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. യാ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺസ് ഒക്കെ കിട്ടിയോ? അത് എനിക്ക് ഡാർക്ക് കളറുകൾ കമ്പാരിറ്റീവ്ലി ഇഷ്ടമാണ്. നല്ല മറ്റേ മറൂണ്, റെഡ്, ബ്ലാക്ക് അതേപോലുള്ള കളറുകൾ പൊതുവെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, നേരത്തെ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും, കാരണം നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പൊ മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് 10ാമത്തെ ദിവസം 10ാമത്തെ മോഡ്യൂളിൽ പൂർണ്ണറിത ഇന്റഗ്രൽ ഓപ്റ്റിമിസം തെറപ്പി PIOT ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ ഒരുമിച്ചെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ സെയിം ടൈം വളരെ ഡീപ്പർ തലത്തിലുള്ള ഒരു തെറപ്പിയാണ് പൂർണ്ണറിത ഇന്റഗ്രൽ ഓപ്റ്റിമിസം തെറാപ്പി. പേര് പോലെ തന്നെ അത് പൂർണ്ണ അർത്ഥത്തിലുള്ള റിഥമിക് ആയിട്ടുള്ള ഇന്റഗ്രൽ ഓപ്റ്റിമിസം തെറാപ്പിയാണ്. എന്തായാലും ഒരു കോട്ടോട് കൂടി തുടങ്ങാം. വെൻ യു സീ സംതിങ് ബ്യൂട്ടിഫുൾ ഇൻ സംവൺ, ടെൽ ദം. ഇറ്റ് മേ ടേക്ക് സെക്കൻഡ്സ് ടു സേ, ബട്ട് ഫോർ ദം ഇറ്റ് കുഡ് ലാസ്റ്റ് എ ലൈഫ് ടൈം എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്താൽ, ആരെങ്കിലും ആരിലെങ്കിലും എന്തെങ്കിലും നല്ലത് കണ്ടാൽ നമ്മളത് അവരോട് പറയണം എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ സെക്കൻഡുകളെ എടുക്കുകയുള്ളൂ, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ലൈഫ് ടൈമിൽ സൂക്ഷിച്ചു വെക്കാനുള്ള നിധിയായിരിക്കും എന്നുള്ളതാണ്. ഇത് ഇന്റഗ്രൽ ഓപ്റ്റിമിസവുമായി വല്ലാതെ കണക്ട് ചെയ്തൊരു സംഗതിയാണ്. കാരണം ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ തിയറിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒന്ന്, നമ്മൾ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ സംഗതികളാണ്. നമ്മൾ അങ്ങോട്ടൊരാൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഗതികൾ കൊടുത്താൽ, പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് എവരി ഡേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആളുകളോട് പറയാൻ, കൊടുക്കാൻ ഉണ്ടാവും. എന്തായാലും മനുഷ്യന്മാരിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കാണുമല്ലോ, അത് അവരോടൊന്ന് പറയാൻ തയ്യാറാവുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ടെക്നിക്കുകളിൽ പറഞ്ഞതുപോലെ നമ്മൾ കൂടി അത് കേൾക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ഗുണം നമ്മളിലും ഉണ്ടാകുമെന്നുള്ള മനോഹരമായ ഒരു കോട്ടോട് കൂടിയാണ് നമ്മൾ ഇന്ന് തെറപ്പിയിലേക്ക് പോകുന്നത്. റൈറ്റ്. ഇപ്പം നമ്മൾ PIOT എന്ന് പറയുന്നത് എ റീകൺസീൽഡ് ഹീലറാണ്. നമ്മുടെ ഉള്ളിലുള്ള കുറേ പ്രശ്നങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ ഒരുമിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിന് റീകൺസൈല് ചെയ്ത് നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു രീതിയാണ് ശരിക്ക് ഈ PIOT എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ റേഷണൽ ഇതാണ്: മേക്ക് പീസ് വിത്ത് യുവർ പാസ്റ്റ്. പാസ്റ്റിൽ മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും, അതുപോലെ തന്നെ സെറ്റ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും,
അത്തരം കാര്യങ്ങളുമായിട്ട് സന്ധിയിലാവുക എന്നുള്ളതാണ് PIOTയുടെ ഒരു ലക്ഷ്യം. 2, മേക്ക് പീസ് വിത്ത് അതേഴ്സ്. നമ്മളെ വിഷമിപ്പിച്ചവരുണ്ടാവും, വേദനിപ്പിച്ചവരുണ്ടാവും, പറ്റിച്ചവരുണ്ടാവും, ചതിച്ചവരുണ്ടാവും. അത്തരം ആളുകളുമായിട്ട് ഒരു സമാധാന സന്ധിയിലെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. മേക്ക് പീസ് വിത്ത് യുവർ സെൽഫ്. നമ്മുടെ തന്നെ ഉള്ളിൽ പല പാർട്ടുകൾ, പല കാലം, ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഇഷ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ അഡോളസൻസ് നമുക്ക് ഇഷ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ യുവത്വം നമുക്ക് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പൊ അനുഭവിക്കുന്ന ചില സംഗതികൾ നമുക്ക് ഇഷ്ടാവില്ല. കുട്ടിക്കാലത്ത് തന്നെ ഒരു ഭാഗം നമുക്ക് ഇഷ്ടാണെങ്കിൽ മറ്റൊരു ഭാഗം നമുക്ക് ഇഷ്ടാവില്ല. ഇങ്ങനെ നമ്മളുമായിട്ട് നമ്മളൊന്ന് സമാധാന സന്ധിയിലെത്തലാണ് PIOTയുടെ ലക്ഷ്യം. അതുപോലെ സ്റ്റാർട്ട് ദ ലോങ് പ്രോസസ് ടുഡേ. ഇത് ഇന്ന് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല, നമ്മൾ ഇന്നത് സ്റ്റാർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പാസ്റ്റുമായിട്ട്, മറ്റുള്ളവരുമായിട്ട്, നമ്മളുമായിട്ട് ഒക്കെ ഒരു സന്ധിയിലെത്തിയിട്ട് നമ്മൾ ഒത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റേഷണൈല് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ പീസ് ആൻഡ് റീകൺസീലിയേഷൻ, സമാധാനം, അതേപോലെ തന്നെ നമുക്ക് ഒത്തുതീർപ്പുകൾ, നമ്മളുമായിട്ടുള്ള ഒത്തുതീർപ്പുകൾ, മറ്റുള്ളവരുമായിട്ടുള്ള ഒത്തുതീർപ്പുകൾ, ഇതൊക്കെയാണ് PIOTയുടെ ലക്ഷ്യം. ഇത് നമ്മൾ പല വഴികൾ സ്വീകരിക്കാറുണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുതിർന്ന ആളുകളുടെ അടുത്ത്, ഗുരുക്കന്മാരുടെ അടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആശ്വാസം തരുമെന്നുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും അതുകൊണ്ട് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടണമെന്നില്ല. അതുപോലെ നമുക്കറിയാം നമ്മുടെ കുംഭസാരം അല്ലേ, നമുക്ക് കുംഭസരിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം തുറന്നു പറഞ്ഞിട്ട് ശാന്തി നേടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതൊരു രീതിയാണ്, ഇത് മറ്റൊരു രീതിയാണ്. വേറൊന്നാണ്, നമുക്ക് പരസ്പരം പറഞ്ഞ് തീർത്ത് ഒത്തുതീർപ്പിലെത്തി കെട്ടിപ്പിടിച്ച് ആശ്വസിച്ച് എല്ലാം പുറത്തു കൊടുത്ത് നമ്മൾ പരിഹരിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്നതാണ്, ഇതിലൊന്നും പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെ നമ്മൾ ശരിയും തെറ്റും വിലയിരുത്തിയിട്ട് നമ്മളുടെ തെറ്റുകൾ കണ്ടെത്തി അത് തിരുത്തുകയും ശരികൾ കൂട്ടുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെയും തന്നെ നമുക്ക് നമ്മളുമായിട്ട് ഒത്തുതീർപ്പിലെത്തുന്നതിന്, നമ്മുടെ പാസ്റ്റുമായിട്ട് ഒത്തുതീർപ്പിലെത്തുന്നതിന്, മറ്റുള്ളവരുമായിട്ട് ഒത്തുതീർപ്പിലെത്തുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന വിവിധ രീതികളാണ്. അതേപോലെ തന്നെ നമുക്ക് മൂവ്മെൻറ്റുകൾ, പലതരത്തിലുള്ള ചലനങ്ങൾ, ബോഡി മൂവ്മെൻറ്റുകൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റൈറ്റ്. നമ്മൾ നല്ല സുഹൃത്തുക്കൾ, നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകൾ, നല്ല കൂട്ടുകാർ, നല്ല ഗ്രൂപ്പുകൾ, ഇതിൻ്റെ ഒക്കെ ഇതിൽ കൂടിയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. ഓഫ് കോഴ്സ് കൗൺസിലിംഗ്, നമ്മൾ തെറപ്പിസ്റ്റുകളുടെ അടുത്ത്, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, ഇതെല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട്, ഇതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഇതാക്കാൻ, ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഫൈൻഡ് എ വെസൽ. നമ്മുടെ വിഷമം ഇങ്ങനെ ഇറക്കി വെക്കുന്നതിന്, അത് പരിഹരിക്കുന്നതിന് നമ്മളൊരു പാത്രം കണ്ടെത്തുക. നമ്മളുടെ ആ ബുദ്ധിമുട്ടുകൾ ആ പാത്രത്തിലേക്ക് നമ്മൾ പിന്നെ മാറ്റുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ വിവിധ രീതികളാണ്, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ആർക്ക് ഏതൊക്കെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നൊരു സംഗതിയാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് PIOT എന്ന് പറയുന്നത്. ഈസ് എ ഗ്രേസ് ഫിൽഡ് പോസിറ്റീവ് പ്രോസസ്. നമ്മൾ പഠിക്കുന്നത് പോസിറ്റീവ് സൈക്കോളജിയാണ്, പോസിറ്റീവ് സൈക്കോളജിയുടെ സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സൈക്കോളജി, പോസിറ്റീവ് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് പിന്നെ പോസിറ്റീവ് പ്രോസസ്സ്. ഇതിനോടകം നമ്മൾ ജേർണലിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫോർഗിവ്നെസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ PIOT പരിശീലിക്കാൻ പോകുന്നത്. എന്നാൽ ലിബറേറ്റ് അവർ ഹാർട്ട് ഫ്രം ദ അക്യുമുലേറ്റിംഗ് ഓർ ഗാതേർഡ് ടോക്സിൻസ് ഓഫ് ദ പാസ്റ്റ്. പല കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് ടോക്സിൻസ് നമ്മുടെ സൈക്കിൾ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വിഷം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഗാദർ ചെയ്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മളുടെ ഉള്ളിൽ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്.
അതിനെയൊക്കെ ഒന്ന് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് PIOTയുടെ ലക്ഷ്യം. റൈറ്റ്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു കണക്ട് ടു ലവ് ആൻഡ് ഗ്രേസ്. എല്ലാ പോസിറ്റീവ് സൈക്കോളജി ടൂളുകളെയും പോലെ തന്നെ നമുക്ക് സ്നേഹവും നന്മയും കൊണ്ട് നമ്മളുടെ എല്ലാ സെല്ലുകളെയും പിന്നെ നിറക്കുക എന്നുള്ളതാണ് PIOTയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ നിറഞ്ഞാൽ സ്ലോലി വൺ ക്യാൻ ട്രാൻസ്മിറ്റ് ദാറ്റ് ടു അതേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, ടാങ്കിൽ വെള്ളമുണ്ടെങ്കിലേ പൈപ്പിൽ വെള്ളം കിട്ടുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ നന്മയും നമ്മുടെ ഉള്ളിൽ സ്നേഹവും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാ പോസിറ്റീവ്സും ഇങ്ങനെ നിറഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് PIOTയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആദ്യം സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചത് ചെയ്യാം. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തെറപ്പിയാണ്. ഒന്നാമത്തെ കാര്യം അവെയർനെസ് ആണ്. അവെയർനെസ് എന്ന് പറയുന്നത് നമുക്ക് അതിന് എല്ലാ തെറാപ്പിയിലും ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് ഗ്രാജുവൽ ബ്രീത്തിങ്. നമ്മൾ വളരെ സാവകാശത്തിൽ ബ്രീത്ത് എടുത്ത് നമ്മൾ മെല്ലെ 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 നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ അവെയറായി തുടങ്ങുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കണക്റ്റിംഗ് വിത്ത് ലവ്, വിസ്ഡം ആൻഡ് ഗുഡ്നസ് ഇൻസ്പയറിംഗ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾ പേനയും പേപ്പറും ഒന്ന് എടുക്കണം. നമുക്ക് ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഈ ഒരു വർക്കിലേക്ക് നമ്മൾ പോകാൻ. കണക്റ്റിംഗ് വിത്ത് ലവ്, വിസ്ഡം ആൻഡ് ഗുഡ്നസ്. അപ്പോൾ നമ്മൾ തെറാപ്പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങളെ കയ്യിലൊരു പേനയും പേപ്പറും വേണം. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തെ കാര്യം, റിമെമ്പർ എ പേഴ്സൺ അല്ലെങ്കിൽ ഒന്നിലധികം പേഴ്സൺസ് ഹു ഇൻസ്പയർ യുവർ വിസ്ഡം ആൻഡ് ലവ് ഹിയർ ഓൺ എർത്ത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വെളിച്ചം തന്നിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കണം ഈ ഭൂമിയിൽ. അത് നിങ്ങൾക്ക് അറിവ് തന്നുകൊണ്ടാവാം, സ്നേഹം തന്നുകൊണ്ടാവാം, ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്താവാം. സോ അവര് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഓർത്ത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, നിങ്ങളുടെ മനസ്സിൽ കിട്ടാവുന്ന രൂപത്തിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ തെറാപ്പി നമ്മൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. എന്താണ് റൈറ്റിങ്ങിന്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ തൊട്ടടുത്ത തവണ ചിന്തിക്കുമ്പോൾ അത് തന്നെ ആവണമെന്നില്ല. അതിൽ നമുക്ക് ചില അഡീഷൻസും ഡിലീഷൻസും ഒക്കെ വരാം. അപ്പൊ അവിടെ അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. സോ റൈറ്റ് സംതിങ്, സം ഇൻസിഡന്റ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മുടെ ജീവിതത്തെ ടച്ച് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള, അയാളുടെ ഗുഡ്നെസ്സും ലവും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത് നമ്മൾ എഴുതേണ്ട പോയിന്റ് നമ്മളെ പറ്റിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം, ഒരു ഇൻസിഡന്റ് ഒരുപാടുണ്ടാവും. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള, നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു ഇൻസിഡന്റ് ഒരുപാട് നമുക്കുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, അതുപോലെ നിങ്ങൾക്ക് വല്ലാതെ ജോയ് തോന്നിയിട്ടുള്ള, ജോയ് എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ചാൽ ആനന്ദത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയാണ് നമുക്ക് പറയുന്നത്. അങ്ങനെ ഒരു ജോയ് തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം, നന്നായിട്ട് ജോയ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതി, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ സംഗതി, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. തിങ്ക് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹൂ ഹേർട്ട് യു ഡീപ്ലി. വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും സംഗതികൾ. ചെയ്യേണ്ടത് ആ ഒരു ഇൻസിഡന്റ് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ നമ്മളെ വേദനിപ്പിച്ചത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഈ സംഗതികൾ നമുക്ക് തെറാപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 തവണ നമ്മൾ വായിച്ചിട്ട് നമ്മളത് മനസ്സിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ തെറാപ്പിയിലേക്ക് പോവുക. റൈറ്റ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കണക്ടിങ് വിത്ത് ലവ്, വിസ്ഡം ആൻഡ് ഗുഡ്നസ് ഇൻസ്പയറിംഗ് പേഴ്സൺസ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണക്ടിങ് വിത്ത് യുവർ പേഴ്സൺ. നമ്മൾ രണ്ടാമത് എഴുതിയ പോയിന്റ്, നമ്മളുടെ ജോയ്, അതേപോലെ നമ്മൾ ലവ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മളിലുള്ള പോസിറ്റീവ്സ്, ഇതെല്ലാമാണ് നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക. ഫോർത്ത് സ്റ്റെപ്പിൽ ഓപ്റ്റിമിസ്റ്റിക്കലി കണക്ടിങ് വിത്ത് പീപ്പിൾ ഹൂ ഹേർട്ട് യു. നമ്മൾ അതും എഴുതി, നമ്മളെ വേദനിപ്പിച്ച, ബുദ്ധിമുട്ടിച്ച ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ വ്യക്തികളെ നമ്മൾ എഴുതി, ഒരു ഇൻസിഡന്റ് നമ്മൾ എഴുതി. ഓപ്റ്റിമിസ്റ്റിക് സോഷ്യൽ ഇൻ്റഗ്രൽ മെഡിറ്റേഷൻ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് നമ്മളൊരു ചെറിയ മെഡിറ്റേഷൻ്റെ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പോകും. അത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് ഈ തെറാപ്പിയിൽ നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഇനി നിങ്ങൾ എഴുതി വെച്ചത് 2 ആവർത്തി വായിച്ചു നോക്കണം. കണ്ണടച്ചാൽ പിന്നെ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടൈംസ് ഒന്ന് വായിച്ചു നോക്കുക. ഈ സംഗതികൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് വരണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയെല്ലാം ഞാൻ പറയും. സാധാരണ മെഡിറ്റേഷനും തെറപ്പികളും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാവുന്നതാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസ്റ്റിക് വേ ഓഫ് ഹീലിംഗ്. അതേപോലെ തന്നെ പോസിറ്റീവ് സൈക്കോളജി പേഴ്സ്പെക്റ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് അടുത്തൊരു 10 മുതൽ 15 മിനിറ്റ് വരെയുള്ള സമയം മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇപ്പം ഇനി അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ റെക്കോർഡ് കേട്ട് ചെയ്താൽ മതിയാവും. ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളോ മറ്റോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവരെ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. വേണ്ടത് കംപ്ലീറ്റ്ലി സെറീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നമുക്ക് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു കംപ്ലീറ്റ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സിമ്പിൾ പക്ഷെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഇത് ഒരാൾക്ക് ഇരുന്നോ കിടന്നോ ചെയ്യാം. നമ്മൾ എല്ലാ അർത്ഥത്തിലും കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരേ ഒരു കാര്യം. യെസ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അവെയർനെസ്സിലേക്കാണ് പോകുന്നത്. പൂർണ്ണമായ അവെയർനെസ്സിലേക്ക് നമ്മൾ മെല്ലെ പോവുകയാണ്. സോ ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്.
ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുക. ബ്രീത്തിങ്ങിന്റെ പാത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്, നമ്മുടെ ഉള്ളിൽ നിറയുന്നത്, പുറത്തേക്ക് പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിൽ എന്ത് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ കംപ്ലീറ്റ് അവെയർ ആവുകയാണ്. എക്സെയിൽ ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിൽ മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ചിലർക്ക് വയറ്റിൽ തന്നെ ആയിരിക്കും രണ്ടിലും വരുന്നത്. ചിലർക്ക് ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറിലും എക്സെയിൽ ചെയ്യുമ്പോൾ ചെസ്റ്റിലും ഫീൽ ചെയ്യാം, തിരിച്ചും ഫീൽ ചെയ്യാം. എവറിത്തിങ് ഈസ് ഓക്കെ. നമ്മൾ ബ്രെത്ത് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ചെസ്റ്റിലും വയറിലും ഉണ്ടാകുന്നത് എന്നുള്ളത് ഫോക്കസ് ചെയ്യാം. നമുക്കറിയാലോ, ബ്രീത്തിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫ് ഫോഴ്സാണ്. ഇത് കുറച്ച് സമയം നിന്നാൽ നമ്മുടെ ലൈഫ് അതോടുകൂടി അവസാനിക്കുന്നതാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ബ്രെത്ത് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ബോഡിയിൽ, ചലനങ്ങളാണ് ബോഡിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഹോൾഡ് ഇറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ജെന്റ്ലി എക്സെയിൽ. നമ്മുടെ ചലനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ദീർഘമായി ശ്വസിച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് സാവകാശം പുറത്തേക്ക് വിട്ട് അകത്തേക്ക് ബ്രെത്ത് എടുക്കുമ്പോൾ എല്ലാ പോസിറ്റീവ് എനർജിയും നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് ഇമേജിൻ ചെയ്യണം. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സെല്ലിലും 57 ട്രില്യൺ സെല്ലിലും ഓക്സിജൻ വന്ന് നിറയട്ടെ. നമ്മൾ എക്സൈൽ ചെയ്യുമ്പോൾ നമ്മുടെ സെല്ലിലുള്ള എല്ലാ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് പോകട്ടെ. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് സെല്ലിന്റെ ഹെൽത്താണ്. സെല്ലിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് സെല്ലിലെത്തുന്ന ഓക്സിജനാണ്. അവിടെ ഉണ്ടാവുന്ന ടോക്സിനാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് പുറത്തേക്ക് പോകുന്നത് നമ്മളുടെ ശ്വാസത്തിലൂടെയാണ്. അകത്തേക്ക് ഓക്സിജൻ വരുന്നത് നമ്മുടെ ശ്വാസത്തിലൂടെയാണ്. ഇത് സെല്ലുകളിലെത്തുന്നത് ബ്ലഡിലൂടെയാണ്. സോ ടേക്ക് എ ഡീപ് ബ്രെത്ത് വിത്ത് ഓൾ പോസിറ്റീവ്സ്. Let that positive spread in all your cells and exhale the toxins gently. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടോക്സിൻസും സാവകാശം പുറത്തേക്ക് കളയുക. അകത്തേക്ക് എടുക്കുന്ന സമയത്ത് എല്ലാ പോസിറ്റീവ് എനർജിയും അകത്തേക്ക് എടുക്കുക. സ്നേഹവും സമാധാനവും ശാന്തിയും ഒക്കെ അകത്തേക്ക് എടുക്കുക. അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഡിസ്കംഫർട്ടുകളും ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോവുക. ആൻഡ് യു ആർ ഗെറ്റിംഗ് ഡീപ്പർ ആൻഡ് ഡീപ്പർ റിലാക്സേഷൻ. ഓരോ തവണ ബ്രെത്ത് എടുക്കുമ്പോഴും നമ്മുടെ മനസ്സും ശരീരവും മനോഹരമായി, സുഖകരമായി, സ്വസ്ഥമാവട്ടെ, ശാന്തമാവട്ടെ. When you are focusing on your breath, you are getting in touch with your subconscious mind. നമ്മൾ കണ്ണടച്ചാൽ സ്വാഭാവികമായും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവും. സബ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും കൂടുതൽ കൂടുതൽ ശാന്തമാകും, സ്വസ്ഥമാകും,
ഏകാഗ്രമാകും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പരിപൂർണമായി ഏകാഗ്രമാണ്, ശാന്തമാണ്, സ്വസ്ഥമാണ്. You are in deep relaxation. Deep relaxation. You are feeling so happy now. So comfortable now. So serene now. വളരെ വളരെ സന്തുഷ്ടരാണ് നിങ്ങൾ. വളരെ വളരെ ശാന്തരാണ്. സുഖകരമായി നമ്മൾ ബ്രീത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാവകാശം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിലേക്ക്, മനസ്സിലേക്ക് നേരത്തെ നമ്മൾ എഴുതി വച്ച, നിങ്ങളെ സ്വാധീനിച്ച, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വഴികാട്ടി തന്ന, നിങ്ങളോടൊപ്പം നിന്ന, നിങ്ങളോട് ചേർന്ന് നിന്ന, നിങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന വ്യക്തിയായിട്ട് മാറിയ ആ വ്യക്തിയെ മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക, മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാം, ആ വ്യക്തി പറയുന്നത് കേൾക്കാം, ആ വ്യക്തിയെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, കംപ്ലീറ്റ്ലി you can contact that person with your inner eye, with your inner ear, and of course with your inner feeling. Remember him or her, ഓർക്കുക. And gently relive that situation. നമ്മൾ നേരത്തെ ഒരു സിറ്റുവേഷൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നമ്മളൊന്ന് റീലിവ് ചെയ്യുക. ഓഫ് കോഴ്സ് നമ്മളും ആ വ്യക്തിയും ആ സിറ്റുവേഷനിൽ ഉണ്ടാവും. നിങ്ങൾ നോട്ട് ചെയ്ത സിറ്റുവേഷൻ ഏതാണോ അതിൽ റീലിവ് ചെയ്യുക. റീലിവ് ചെയ്യുക മീൻസ് കണ്ടതൊക്കെ കാണുകയും കേട്ടതൊക്കെ കേൾക്കുകയും അനുഭവിച്ചതൊക്കെ അനുഭവിക്കുകയും ചെയ്യുക. ഓഫ് കോഴ്സ് ഗുഡ്നെസ് ആൻഡ് ലവ്. അതുകൊണ്ടാണല്ലോ ആ വ്യക്തിയെ നമ്മൾ എടുത്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹവും ആവോളം നമ്മൾ അനുഭവിച്ച ഒരു സാഹചര്യം, അതിൽ നമ്മൾ റീലിവ് ചെയ്യുക. സ്റ്റേ ദർ ഫോർ സം ടൈം. ആ സുഖകരമായ, സന്തോഷകരമായ, സ്നേഹോഷ്മളമായ സാഹചര്യത്തിൽ ഇത്തിരി സമയം നിലനിൽക്കും. ഫീൽ ഇറ്റ് കംപ്ലീറ്റ്ലി. നിങ്ങളുടെ മനസ്സും ആ സ്നേഹം കൊണ്ട് പൂർണ്ണമായിട്ടും നിറയട്ടെ. നമുക്കറിയാലോ, നമ്മൾ മിറർ ന്യൂറോൺസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെ കൂടെയാണോ അവരിൽ നിന്ന് പലതും നമ്മളിലേക്ക് ഒഴുകും. അങ്ങനെ നമ്മളിലേക്ക് ഒഴുകിയതാണ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത്. അതുപോലെ ഈ വ്യക്തിയിൽ നിന്ന് വരുന്ന സ്നേഹം, ഗുഡ്നെസ് നിങ്ങളെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാവും. നിങ്ങളങ്ങനെ റീലിവ് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾ ഗുഡ്നെസ് കൊണ്ട്, ലവ് കൊണ്ട്, ബ്ലെസ്സിങ്സ് കൊണ്ട് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സും ശരീരവും ഫില്ലാവുന്നത്, നിങ്ങളുടെ ലവ് ടാങ്ക് നിറയുന്നത്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ടാങ്ക് നിറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ചറിയാനാവും. യെസ്, നിങ്ങളുടെ എല്ലാ നന്ദിയും കടപ്പാടും ആ വ്യക്തിയോട് നിങ്ങൾക്ക് വിസ്പറായിട്ട് മന്ത്രിക്കാവുന്നതാണ്. ഇത്രയും മനോഹരമായ ഒരു അനുഭവം സമ്മാനിച്ച ആ വ്യക്തിക്ക് നിങ്ങൾ എത്ര മനോഹരമായ വാക്കുകൊണ്ട് ബ്ലസ് ചെയ്താലും അധികമാവില്ല. അതുകൊണ്ട് ബ്ലസ് ഹിം ഓർ ഹർ വിത്ത് ബ്യൂട്ടിഫുൾ ബ്ലസ്സിംഗ് വിസ്പേഴ്സ് or prayers. If you are a believer, you can
pray for him or her. And you are in deep relaxation. You are in complete relaxation. You are so happy now. All of you are good souls. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏറ്റവും നല്ല വ്യക്തികളാണ്, ഏറ്റവും നല്ല ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട് അങ്ങനെ നിറയുന്നത്. നമ്മളുടെ ടാങ്ക് ഫില്ലായാലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ലവ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ടേക്ക് ഇനഫ് ലവ് ടു യുവർ ടാങ്ക് ആൻഡ് ബി റിലാക്സ്ഡ്, ബി ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ. ഈ സ്നേഹോഷ്മളതയിൽ നിന്നുകൊണ്ട് സാവകാശം കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ മുഖം കാണുക. ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് ആക്സെപ്റ്റൻസോട് കൂടി നിങ്ങളുടെ ഫേസ് കാണുക. നിങ്ങളുടെ ബോഡി സ്കാൻ ചെയ്യുക ഇഷ്ടത്തോടു കൂടി. കാൽവിരലുകൾ മുതൽ മൂർധാവ് വരെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ബോഡി ഒന്ന് സ്കാൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും എല്ലാം കണ്ടുകൊണ്ട്, കണ്ണടച്ചാൽ നമുക്ക് നമ്മളെ കാണാൻ നല്ല സുഖമാണ്. കാൽവിരലുകൾ മുതൽ അങ്ങനെ സ്കാൻ ചെയ്ത് നമ്മളുടെ ഓരോ ബോഡി പാർട്ടും ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അവർ ഓൺ ബോഡി പാർട്സ്. എത്ര മനോഹരമാണ് നമ്മൾ, എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീ യുവർ ഫേസ്, സീ യുവർ ബോഡി, സീ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഹൗ ബ്യൂട്ടിഫുൾ ദേ ആർ, ഹൗ ഹെൽത്തി ദേ ആർ. എന്ത് മനോഹരമാണ് നമ്മൾ, എത്ര ആരോഗ്യകരമാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അങ്ങനെ സ്നേഹത്തിന്റെ നിറവിൽ, ഓൾറെഡി നമ്മുടെ ലവ് ടാങ്ക് പൂർണ്ണമായിട്ടും നിറവിലാണ്. ആ നിറവിൽ നിന്നുകൊണ്ട് നമ്മളിലേക്ക് നോക്കുക. സ്നേഹം വഴിഞ്ഞൊഴുകുന്ന നമ്മളിലേക്ക്, നന്മ നിറഞ്ഞൊഴുകുന്ന നമ്മളിലേക്ക്, അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് നോക്കുക. സാവകാശം നിങ്ങൾ കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു ഇൻസിഡന്റിൽ, ലവ് കൊടുത്തിട്ടുള്ള, സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള, സ്നേഹം വാരിക്കോരി കൊടുത്ത ഒരു ഇൻസിഡന്റിൽ റീലിവ് ചെയ്യുക, ഒരു സംഭവത്തിൽ റീലിവ് ചെയ്യുക. അതൊരു മനുഷ്യജീവിക്കാവാം, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള ഏതൊരു ജീവജാലത്തിനുമാകാം, അതുമല്ലെങ്കിൽ പ്രകൃതിയോട് പോലുമാകാം. നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള, അതിൽ പൂർണ്ണമായിട്ട് റിലീവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അത് കാണുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം കൂടുതൽ നിറഞ്ഞ് കവിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സും ശരീരവും ക്രമാതീതമായി ശാന്തമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വളരെ മനോഹരമായൊരു ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നു, ഒരു സ്പിരിച്വൽ ബീയിങ് ആയി മാറുന്നത്. സ്പിരിച്വൽ ഇൻ ദ സെൻസ്, ഈ മനുഷ്യകുലത്തിന് മുഴുവൻ നന്മ ആശംസിക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാം തികഞ്ഞ ഒരു സ്പിരിച്വൽ പേഴ്സണായി മാറുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നൗ യു ക്യാൻ എൻജോയ് ദാറ്റ് ജോയ്.
നിങ്ങളെ വല്ലാത്തൊരാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും അങ്ങനെ 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 നിറഞ്ഞു കവിയുന്നത്. നമുക്ക് സ്നേഹം തന്ന ആളെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ കണ്ടു, നമ്മൾ സ്നേഹം കൊടുത്തത് കണ്ടു. കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ടാങ്ക് നിറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ലവ്. കിട്ടുമ്പോൾ നിറയുന്നത് പോലെ തന്നെ കൊടുക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ടാങ്ക് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. യു ആർ വെരി വെരി ഓപ്റ്റിമിസ്റ്റിക് നൗ. നിങ്ങളിപ്പോൾ ഒരുപാട് ശുഭപ്രതീക്ഷയുള്ളവരാണ്, ഒരുപാട് ശാന്തരാണ്, സ്വസ്ഥരാണ്, സ്നേഹം, മനസ്സ് നിറയെ സ്നേഹമുള്ള ആളുകളാണ്. ബ്ലസ് യുവർ പേഴ്സൺ. നിങ്ങളെ തന്നെ നന്നായിട്ട് ബ്ലസ് ചെയ്യുക. ഇത്രയും മനോഹരമായ ഈ മനോഹര ലോകത്ത് മനോഹരമായി ജീവിക്കാൻ നമുക്ക് അവസരം തന്ന വിശ്വാസികളാണെങ്കിൽ ദൈവത്തോട്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട് പൂർണ്ണാർത്ഥത്തിൽ നന്ദി പറയാം. ബി ഗ്രേറ്റ്ഫുൾ. ഈ നിറവിൽ നിന്നുകൊണ്ട്, സ്നേഹത്തിൻ്റെ, നന്മയുടെ, ശാന്തിയുടെ നിറവിൽ നിന്നുകൊണ്ട് സാവകാശം നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ വിഷമിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ വ്യക്തികളെ മെല്ലെ ഓർക്കുക. നിങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ടത് ഓർക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണ്, നന്മയാണ്, ശാന്തിയാണ്, പോസിറ്റീവ്സാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തിയെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ബ്രിങ് ടു യുവർ മൈൻഡ്. മനസ്സിലേക്ക് കൊണ്ടുവരും, മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. ജെന്റിലി റിലീവ് ദാറ്റ് പെയിൻഫുൾ ഇവന്റ്. നിങ്ങളെ വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ ആ സാഹചര്യത്തിൽ ഒന്ന് റീലീവ് ചെയ്യുക. മൈൽഡായിട്ട്, ഒരുപാട് ഡീപ്പർ തലത്തിലേക്ക് കൊണ്ട മൈൽഡായിട്ടൊന്ന് റീലീവ് ചെയ്യും. എന്തായിരുന്നു ആ വ്യക്തികളുടെ ദുരുദ്ദേശങ്ങൾ, ബാഡ് ഇന്റൻഷൻസ്? അതൊരിക്കലും നിങ്ങളുടെ കുറ്റായിരുന്നില്ല, അവരുടെ തകരാറ് കൊണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. എന്നാൽ പോലും അതിലൊന്ന് റീലീവ് ചെയ്യും. ഓൾറെഡി നമ്മുടെ ഹൃദയം ശാന്തമായതുകൊണ്ട്, പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ ലവ് ടാങ്ക് ഫുള്ളായതുകൊണ്ട്, നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഗുഡായതുകൊണ്ട് നമുക്ക് അവർക്ക് പുറത്തു കൊടുക്കാനാവും. സോ ജെന്റിലി സ്റ്റാർട്ട് ഫോർ ഗിവിംഗ് ദം. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം വ്യക്തികൾക്ക് പൂർണ്ണാർത്ഥത്തിൽ ഫോർഗിവ് ചെയ്തു കൊടുക്കുക. അവരെ ബ്ലസ് ചെയ്യുക. ഇഫ് പോസിബിൾ, നിങ്ങൾക്ക് അങ്ങനെ പൊറുക്കാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങളുടെ മനസ്സതിനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, ടെൽ ഹിം ഓർ ഹെർ ഓർ ദം, ഐ ബ്ലസ് യു, ഐ വിഷ് യു ഗുഡ്. വിസ്പർ to their face, I bless you, I wish you good. ഇനി നിങ്ങൾക്ക് ഒട്ടും പുറത്തു കൊടുക്കാനാവാത്തതാണെങ്കിൽ, മനസ്സുകൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിൽ, ജസ്റ്റ് സേ. നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ പറയുക, ഐ ആം കണക്റ്റിംഗ് യു ടു ഗോഡ്. ഞാൻ നിന്നെ
ദൈവത്തിലേക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് കണക്ട് ചെയ്യുക. ഐ ആം കണക്റ്റിംഗ് യു ടു ഗോഡ് ഓർ ഗുഡ്നസ്. ഇഫ് പോസിബിൾ, ഫോർഗിവ് ഹിം, ഹെർ ഓർ ദം. കാരണം നമ്മൾ ഫോർഗിവ് ചെയ്യുമ്പം നമ്മളാണ് ഹെൽത്തി ആവുന്നത്, നമ്മൾ ഫോർഗിവ് ചെയ്യുമ്പം നമ്മളാണ് ഓക്കെ ആവുന്നത്, നമ്മൾ ഫോർഗിവ് ചെയ്യുമ്പം നമ്മളുടെ പാസ്റ്റുമായിട്ടാണ് നമ്മൾ റീകൺസൈൽ ചെയ്യുന്നത്. നമ്മൾ ഫോർഗിവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്കാണ് ഫോർഗിവ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് നമ്മളിലാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മളുടെ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വേദനകളും വിഷമങ്ങളും ഓർക്കുമ്പോഴാണ്. അതുകൊണ്ട് ഫോർഗിവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ഇന്നർ സെൽഫ് പൂർണ്ണാർത്ഥത്തിൽ ഓക്കെ ആയി മാറും. സോ ഫോർഗീവ് if possible. If not at all possible, connecting them to God if you are a believer. Otherwise to goodness or universe. നിങ്ങളുടെ ക്രിയേറ്റീവായ സ്പിരിച്വൽ പൊട്ടൻഷ്യാലിറ്റീസ് എല്ലാം ഉപയോഗിക്കുക. നിങ്ങളുടെ ബ്രെയിന് വളരെ ക്രിയേറ്റീവാണ്, വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്, വളരെ പോസിറ്റീവാണ്. ബ്രെയിനിൻ്റെ ആ മുഴുവൻ സാധ്യതകളും, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സാധ്യതകളും ഉപയോഗിക്കുക. റീകൺസീൽ ചെയ്യുക നമ്മുടെ പാസ്റ്റുമായിട്ട്. റീകൺസീൽ ചെയ്യണമെങ്കിൽ നമ്മൾ പൊറുക്കണം, ഫോർഗിവ് ചെയ്യണം, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഇന്നർ സെൽഫ് റീകൺസീൽഡ് ആവും. നമ്മുടെ അൺഫിനിഷ്ഡ് ബിസിനസ് ഫിനിഷാവും. നമ്മളുടെ മനസ്സും ശരീരവും ഫ്രീ ആവും. മറ്റാരോ ചെയ്ത പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ ചങ്ങലയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. സോ ഇഫ് പോസിബിൾ, ഫോർഗിവ്. And you are in deep relaxation. When you are forgiving, you are becoming happier, happier and happier. നമ്മൾ ഫോർഗിവ് ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ സന്തോഷം ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശാന്തത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും നിങ്ങളുടെ ലവ് ടാങ്ക് ഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് സ്നേഹം തന്ന ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ലവ് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. കാരണം അത് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്, സ്വസ്ഥമാണ്, ഫോർഗിവ് ചെയ്യാൻ കഴിവുള്ള മനസ്സാണ്. സോ ഫോർഗിവ് വിത്ത് ഓൾ ഹാർട്ടഡ്ലി. Now gently think the people around you, the animals around you, the nature around you. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തേക്ക്, ചുറ്റുപാടുകളിലേക്ക് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അങ്ങനെ ആ സമാധാനത്തിൻ്റെ ഒഴുക്ക് അങ്ങനെ തുറന്നു വിട്. ഈ ലോകം മുഴുവൻ നമ്മുടെ സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ ടാങ്ക് എത്ര ഒഴുക്കി വിട്ടാലും കുറയില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കൊക്കെ, എവിടെയൊക്കെ, എത്രത്തോളം ആളുകളിലേക്ക്, ജീവികളിലേക്ക്, പ്രകൃതിയിലേക്ക് നമ്മുടെ സ്നേഹം അങ്ങനെ ഒഴുക്കി വിടാമോ അങ്ങനെ ഒഴുക്കി വിടുക. അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തവും സ്വസ്ഥവും സന്തോഷകരവുമായിട്ട് മാറുന്നത്, നമ്മുടെ ജോയ് ഇരട്ടിക്കുന്നത്, നമ്മുടെ ഓപ്റ്റിമിസം അങ്ങനെ കൂടി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാനാവും. യു ആർ ഇൻ ഡീപ്പ് റിലാക്സേഷൻ. എല്ലാ പാസ്റ്റും റീകൺസൈൽ ചെയ്യുക.
ഈ എല്ലാ പഴയ പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കി പുതിയൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്ന പ്രോസസ്സാണ് പൂർണ്ണറിത ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം തെറപ്പി. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് പോലെ സ്വസ്ഥവും ശാന്തവുമായി മാറുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും സ്വാഭാവികമായി ഹീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. യു ആർ ഇൻ ഡീപ്പർ റിലാക്സേഷൻ. എൻജോയ് ഇറ്റ്, എക്സ്പീരിയൻസ് ഇറ്റ്. നിറഞ്ഞ ലവ് ടാങ്കുമായി, സ്വസ്ഥമായ മനസ്സുമായി, ശാന്തമായ മനസ്സുമായി, ഹീല് ചെയ്ത ശരീരവുമായി, റീകൺസീല് ചെയ്ത മനസ്സുമായി നമ്മൾ സാവകാശം മനോഹരമായ ഈ ഒരു ബ്യൂട്ടിഫുൾ മെഡിറ്റേഷനിൽ നിന്ന് മെല്ലെ നമ്മൾ തിരിച്ചു വരാൻ പോകുക. നമ്മളിപ്പോൾ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സോഷ്യൽ ഇൻ്റഗ്രൽ മെഡിറ്റേഷനിലൂടെയാണ് കടന്നുപോയത്. നമ്മളോട്, നമ്മളെ വിഷമിപ്പിച്ചവരോട്, നമ്മളെ സന്തോഷിപ്പിച്ചവരോട്, ഈ സമൂഹത്തോട്, ഈ ലോകത്തോട് നമ്മൾ നന്ദിയും സ്നേഹവും കാണിച്ചുകൊണ്ടാണ് നമ്മൾ മെല്ലെ തിരിച്ചു വരാൻ തുടങ്ങുന്നത്. സാവകാശം ഇനി ആരോടെങ്കിലും എന്തിനോടെങ്കിലും നന്ദി പറയാനോ സ്നേഹത്തിൻ്റെ വിസ്പർ നിങ്ങൾക്ക് ഉച്ചരിക്കാനോ ഉണ്ടെങ്കിൽ അത് വിസ്പർ ചെയ്യുക, നന്ദി പറയുക. സാവകാശം ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ മനോഹരമായ ഈ ഒരു സുഖകരമായ ഈ ഒരു വിശ്രമാവസ്ഥയിൽ നിന്ന് നമുക്ക് മെല്ലെ തിരിച്ചു വരാവുന്നതാണ്. ഓപ്റ്റിമിസ്റ്റിക് സോഷ്യൽ ഇൻ്റഗ്രൽ മെഡിറ്റേഷനിൽ നിന്ന് നമുക്ക് വളരെ സുഖകരമായി തിരിച്ചു വരാവുന്നതാണ്. ഗെറ്റ് റെഡി. 1. എല്ലാ സമാധാനവും ശാന്തിയും സ്നേഹവും സുഖവും പ്രതീക്ഷയും ആശ്വാസവും ആനന്ദവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ സാവകാശം ഈ മനോഹരമായ റിലാക്സേഷനിൽ നിന്ന് തിരിച്ചു വരികയാണ്. 2 and 3. Gently come back. Gently and slowly come back. Take your own time. Slowly and gently come back. കൈകൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കണ്ണും മുഖവും ഒക്കെ ഒന്ന് തടവുക. കയ്യും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കൈവിരലും കാൽവിരലൊക്കെ ഒന്ന് മടക്കി നിവർത്തുക. വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റുക. നമ്മൾ ഏകദേശം 20 മിനിറ്റിലധികം ഇരുന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സ്റ്റെപ്പുകൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് സ്റ്റാർട്ടിങ് വിത്ത് അവെയർനെസ് ബ്രീത്തിങ്. നമ്മൾ നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പോസിറ്റീവ് ഇൻഹെയിൽ ചെയ്ത് പോസിറ്റീവ് എല്ലാ സെല്ലിലും നിറച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് പുറത്ത് കളയുന്ന ഏത് ബ്രീത്തിങ് പാറ്റേണും സ്വീകരിക്കാം. ഇന്നത് വേണമെന്നൊന്നുമില്ല. എനി ബ്രീത്തിങ് പാറ്റേൺ ഗ്രാജ്വൽ ആയിരിക്കണം എന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്നേഹിച്ച, നമ്മളെ സഹായിച്ച, നമുക്ക് വഴി പറഞ്ഞു തന്ന, നമ്മളോടൊപ്പം നിന്ന, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവുന്നതിന് നമ്മളെ സഹായിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നെ റീലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പർപ്പസ് നമ്മുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യലാണ്. നമ്മളുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യലാണ്.
അതിൻ്റെ പിന്നിലുള്ള സയൻസ് മിറർ ന്യൂറോൺസ് ആണ്. സ്നേഹമുള്ളവരോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് സ്നേഹം കടന്നു വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലവ് ടാങ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കലാണ്. നമ്മുടെ ഫേസും നമ്മുടെ ബോഡി കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തൊരു സിറ്റുവേഷനിൽ റീലീവ് ചെയ്ത് നമ്മൾ ആ റീലീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലവ് ടാങ്ക് നമ്മൾ മാക്സിമം ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലവ് ടാങ്ക് നിറക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്ത് പിന്നെ നമ്മൾ നമ്മളുടെ കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ വേദനിപ്പിച്ച ആളുകളിലേക്ക്, ഇവിടെ നമ്മൾ വേണ്ടത്ര പണിയെടുത്തതിന് ശേഷമാണ് വേദനിപ്പിച്ച ആളുകളിലേക്ക് പോകുന്നത്, വേദനിപ്പിച്ച ആളിലേക്ക് പോകുന്നത്, ആ സിറ്റുവേഷനിൽ റീലീവ് ചെയ്യുന്നത്, അതിനുശേഷം അവർക്ക് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത്ര സ്നേഹവും ആവശ്യത്തിന് പീസും അതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് ആര് വേദനിപ്പിച്ചാലും ഒരു വേദനയാവില്ല, നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പറകിലുള്ളത്. അതിന് നമ്മൾ ഉപയോഗിച്ചത് ഓപ്റ്റിമിസ്റ്റിക് സോഷ്യൽ ഇൻ്റഗ്രൽ മെഡിറ്റേഷൻ രീതിയാണ്. ശുഭപ്രതീക്ഷ നിറഞ്ഞ നമുക്ക് പിന്നെ ഈ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന എല്ലാവരുമായി കണക്ട് ചെയ്ത പോസിറ്റീവ്സ് എല്ലാം എടുത്തുകൊണ്ട് അതുപോലെ തന്നെ അവരിലേക്ക് നമ്മുടെ പോസിറ്റീവ് കൊടുത്തുകൊണ്ടുമാണ് നമ്മൾ പിന്നെ ഈ ഒരു ഇതിലൂടെ പോയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് PIOTക്കുള്ളത്. ഈ 5 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതാണ് PIOTയുടെ ഒരു രീതി. ഇൻ്റഗ്രൽ ഓപ്റ്റിമിസത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ രീതികളാണ്. അതുകൊണ്ട് നമ്മളെ മാക്സിമം പോസിറ്റീവ് ആക്കിയിട്ട് നമ്മുടെ നെഗറ്റീവുകളെ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു രീതിയാണ്. ഈ കോഴ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം നമുക്ക് വേണ്ടിയുള്ളതാണ്. സെയിം വേ ഇവിടെ ഒത്തിരി തെറപ്പിസ്റ്റുകൾ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് അവരുടേതാക്കി കൊടുക്കാൻ നമുക്ക് ഇത് സാധിക്കുമെന്ന് നേരത്തെ ഇവിടെ ഷെയർ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ തെറപ്പിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പ്രോസസ്? ഇതിൽ റിലീജിയസ് ഗ്രൂപ്പിനാണ് ചെയ്യുന്നതെങ്കിൽ റിലീജിയൻ്റെ സാധ്യതകൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. അതേപോലെ റിലീജിയൻ ഇല്ലാത്ത ആളുകൾക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാം. എന്താണോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്, കാരണം അവരുടെ ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സംഗതികൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ റിസൾട്ടിലേക്ക് എത്തും. സാറേ, ഇതില് ഒരാളെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞാൽ പക്ഷേ ഒന്ന് കൂടുതൽ ആളുകളാണ് വന്നത്. ആദ്യം ഒരാളെ പറ്റി ചിന്തിച്ചു, പക്ഷെ ഒന്ന് കൂടുതൽ ആളുകൾ അതിൽ വന്നു ഓരോ സമയത്തും. യെസ്, ഇങ്ങനെ കണക്ട് ആയി ചെയിനായിട്ട് ഇങ്ങനെ വന്നു. സ്വാഭാവികമാണത്. നമുക്ക് മിക്കവാറും ഒന്നിൽ കൂടുതൽ ആളുകൾ നമുക്ക് വരും. അതുകൊണ്ടാണ് പേഴ്സൺ ഓർ പേഴ്സൺസ് നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ ഹിം, ഹെർ ഓർ ദം ഇങ്ങനെ പറഞ്ഞു. ഓരോ സമയത്തും വല്ലാത്ത എന്തോ പറയാ, വല്ലാത്തൊരു ഇതിലേക്ക് ബ്ലിസ്ഫുൾ അങ്ങനെയുള്ളൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ രണ്ടാമത്തെ അതിലെത്തിയപ്പോഴ് ഒരു നമ്മൾ ഹർട്ട് ചെയ്ത കാര്യം പറഞ്ഞപ്പം ഒരു അന്ധകാരം പോലെ, അതായത് ചെറിയ രീതിയിലൊന്നായി. പിന്നെ അത് റിലീവ് ചെയ്യുമ്പോൾ മൊത്തം പിന്നെ ആ ഇതിലെ ഫീലിംഗിലേക്ക് തന്നെ പോയി. നല്ലൊരു അനുഭവം. നമുക്ക് എല്ലാ റിലീജിയനും പറയുന്നത് പോലെ മാറ്റത്തിന്റെ ബേസ് ഫോർഗിവ്നെസ്. എനിക്ക് എന്നോടും പൊറുക്കാൻ പറ്റണം, മറ്റുള്ളവരോടും പൊറുക്കാൻ പറ്റണം. എന്നിട്ടാണ് ഞാൻ ദൈവത്തോട് പൊറുക്കാൻ ആവശ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് കുറേ ദേഷ്യം പിടിച്ച് അതും കൊണ്ട് നടന്നിട്ട് ഞാൻ ദൈവത്തോട് എനിക്ക് പുറത്തു തരാൻ പറയുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ളതാണ് റിലീജിയസ് ബേസ്. ഇത് തന്നെയാണ് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം. നമ്മളെ ആദ്യം കേപ്പബിൾ ആക്കുക, എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കുക എന്നുള്ളത്. സാർ, നൂറയാണ്. ഞാൻ ക്യാമറ മോനുള്ള കാരണമാണ് സാറേ ക്യാമറ ഓൺ ആക്കാത്തത്. ചെറിയ ആള് കൂടെ തന്നെ ഉണ്ട്.
ഇറ്റ്സ് ഓക്കെ. ഞാൻ നാളെ രാവിലെ ഇരുന്നിട്ട് ഇതെന്തായാലും കേട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ക്ലാസ് എനിക്ക് എൻ്റെ എപ്പോഴത്തെ പോലെ ഇപ്രാവശ്യത്തെയും എൻ്റെ എന്താ പറയാ എൻ്റെ ഒരു സാഹചര്യം മാറുമ്പോഴാണ് എപ്പോഴും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഇന്ന് എനിക്ക് കിട്ടി. എന്താ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് എപ്പോഴും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയിരിക്കാറ്. അപ്പോ സത്യം പറഞ്ഞ പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ അതെന്താവും എന്നുള്ളത് ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടുമ്പോ എപ്പോഴും എനിക്ക് അതിനൊരു ആൻസർ കിട്ടാറുണ്ട് എപ്പോഴും. അതേപോലെ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോ ഇന്നത്തെ മെഡിറ്റേഷനിൽ എനിക്കത് കിട്ടി. അപ്പോ താങ്ക് യു വെരി മച്ച്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളൂ. നാളെ രാവിലെ ആയിരിക്കും എന്റെ യോഗ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഞാനിത് ചെയ്യുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചെയ്യണമെന്ന് സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ മോനുള്ള കാര്യം എനിക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അപ്പൊ പുറത്തു കൊടുക്കലിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് സാറിന്റെ ഈ മെഡിറ്റേഷനോടുകൂടെ ഫോർഗീവ്നെസ് നമുക്ക് എന്തായാലും നമുക്കത് ഗുണം ചെയ്യുന്നുള്ളത് കൊണ്ട് അത് എപ്പോഴും നമ്മൾ അതിന് ശ്രമിക്കണം എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് സാർ. എത്ര വലിയ മുറിവുകളാണെങ്കിലും മുറിവ് നമ്മളെ ഉള്ളിലാ. അതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. എന്നെപ്പോ ഒരാൾ എത്ര വേദനിപ്പിച്ചാലും ആ മുറിവ് ബ്ലീഡ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലാ. ആ ബ്ലീഡിങ് നിൽക്കണമെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കണം. അത് എൻ്റെ ആവശ്യം. അതെ, അത് അപ്പൊ നമുക്ക് നമ്മളുടെ രോഗങ്ങൾ വരാതിരിക്കാനും എല്ലാത്തിനും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും വിചാരിക്കൽ അയാൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അവരെന്നോട് അങ്ങനെ ചെയ്തില്ലേ, അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എപ്പോൾ നമ്മൾ ഫോർഗീവ് ചെയ്യുന്നോ ഒരു സംശയമില്ല, ആ ബ്ലീഡിങ് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു മനോഹരമായിട്ടുള്ള സംഗതി. താങ്ക് യു വെരി മച്ച് സാർ. മാത്രല്ല 10-13 പേരുടെ പോസിറ്റീവ് എനർജി കൂടിയാണ് ന്യൂറോയോടൊപ്പം ഉള്ളത്. ഇതുപോലൊരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എപ്പോഴെന്ന് പറയുന്നത്, നമ്മളൊരു ഒരു 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 വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പിന്റെ മുഴുവൻ സപ്പോർട്ട് കൂടി നമുക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുണ്ടാവും. കാരണം നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ധാരണയോട് കൂടി നമ്മൾ പുറത്ത് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള കുറെ ബുദ്ധിമുട്ടുകൾ വരെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അതല്ല, മറ്റുള്ളവരുടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് എപ്പോഴും പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പലർക്കും പറ്റാത്തതാണ്. അത് എനിക്ക് അങ്ങനത്തെ ഒരു ലെവലിൽ ഞാൻ എത്തിയത് ഞാൻ സാറിന്റെ കൂടെ ഈ ജേണി തുടങ്ങിയപ്പോ തൊട്ടാണ്. ഇപ്പൊ ഒരു 3 കൊല്ലം 4 കൊല്ലത്തോളം ആയിട്ടുണ്ട് സാറിന്റെ കൂടെ. അപ്പൊ എന്റെ സാഹചര്യം മാറുമ്പോ ഞാൻ ഒരിക്കലും ഇതുവരെ ഒരു കൗൺസിലിങ്ങിന് പോണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും സാഹചര്യം മാറുമ്പോ അപ്പോ സാറിന്റെ എന്തെങ്കിലും ഒരു ക്ലാസ് വന്ന് എടുക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ സാറിനോട് എല്ലായ്പ്പോഴും ഞാൻ പറയാറ്, ഞാൻ വേറൊരാൾക്ക് ഇതുവരെ കൗൺസിലിംഗ് തുടങ്ങിയിട്ടില്ല, പക്ഷെ എനിക്കൊരു കൗൺസിലിങ്ങിന് പോണ്ടി ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രാവശ്യത്തെ ഈ ഒരു ക്ലാസ്സും എനിക്ക് അതിന് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. താങ്ക് യു. സാറാ സീസാണ്, എന്താ സുഖമല്ലേ? സുഖമായിട്ട് പോണം. നിങ്ങളെ തീരെ കിട്ടുന്നില്ല, ഞങ്ങള് ഭയങ്കര പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങള് കേട്ടത്. ഇല്ല സാർ, ഞാൻ സത്യമായ സർവീസാണ്. എന്താ മാഷ പറഞ്ഞത്? എല്ലാ ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ക്ലാസ് ഉണ്ട് എനിക്ക്. നിങ്ങളൊരു ഗ്രൂപ്പ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ കേട്ടിരുന്നത്. ഓക്കെ. പിന്നെ ഞാന് സാറേ ഇവിടെ വീക്കില് എനിക്ക് 3 ദിവസം ക്ലാസ് ഉണ്ട്. പിന്നെ ക്യാമ്പുകളിൽ കുറെ വിസിറ്റിംഗ് ഉണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ഇപ്പോ ഒപ്റ്റിമിസം എല്ലാം കൂടി അഡോപ്റ്റ് ചെയ്തിട്ടേ എല്ലാം കൂടി സങ്കരമായിട്ട് TAയും NLPയും നമ്മുടെ ഫസ്റ്റത്തെ സൈക്കോളജി ക്ലാസ്സും പിന്നെ ഓപ്റ്റിമിസം എല്ലാം കൂടിയും അഡോപ്റ്റ് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വരും വഴിയായിട്ട്. ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിങ്ങനെ പറയുന്ന സമയത്ത് അതെങ്ങനെ ഏതിനെ ബേസ് ചെയ്തിട്ട് ഈ വിഷയം ആളുകൾക്ക് എത്തിക്കണം എന്നുള്ള ഒരു കൃത്യമായ ധാരണ ഓരോ കാര്യങ്ങളും പറയും, ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇതിപ്പോ സാറിന് പറയാൻ കാര്യം, നമ്മളിപ്പോ ഒരു മാപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ സാറിന് അത് അറബി വാക്ക് മഹഫർ എന്നുള്ള വാക്ക്, ഗഫറാന്ന് വെച്ചാല് പുറത്തു കൊടുക്കാന്നാണ്. എനിക്ക് തന്നെ മിർഫർ എന്ന് പറയുന്നത് പരിച, നമ്മൾ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുമ്പോ മേലങ്കി ഉണ്ടല്ലോ, അതിന് അറബിയിൽ മിർഫർ എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന തട്ടും തടവും വെട്ടും ഒക്കെ തടയാൻ വേണ്ടി ഒരു ആവരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരു കവചമാണത്. അപ്പൊ എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതും അങ്ങോട്ടേക്ക് കൊടുക്കുന്നതും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു കവചം നൽകാണ് നിഗഫർ എന്ന അറബി പറയുന്നത്. ആ മഫറത്തിനാണ് സാറി പറഞ്ഞ ഈ എല്ലാം പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന മലയാളത്തിലുള്ള ആ വാക്കും. നല്ലൊരു ബന്ധമുണ്ട് ആ വാക്കും നമ്മുടെ ആശയം കൂടി. ഏതായാലും അത് പറയാൻ കാരണം സാറിന്റെ എല്ലാ ക്ലാസ്സിലും കിട്ടിയ ആ ഒരു നോളജ് അഡോപ്റ്റ് ചെയ്തിട്ട് ഓരോ പ്രോഗ്രാം ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് എനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് സാർ. താങ്ക് യു. എനിക്കിപ്പോ ഒരു വീഡിയോ ഓപ്പൺ ആക്കാത്തതുകൊണ്ടാണ് ഞാനതിപ്പോ ഓപ്പൺ ആക്കാത്തത്. ഞാൻ ക്ലാസ്സിലാണ് സത്യം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ. അതെ, അതാണ് വേണ്ടത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ മേഖലയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതാണ് വേണ്ടത്. നമ്മൾ പഠിച്ച സംഗതികൾ നമ്മൾക്ക് മേഖലയിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ശരിക്കും തറച്ച് കയറുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേര് ഈ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടി. കാരണം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഞാൻ പറയാറുള്ളത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കോഴ്സ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വേസ്റ്റ് എന്ന് തന്നെയാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇത് പോയി പോകും. കുറച്ചു കാലം ഉപയോഗിക്കാതെ നിന്നാൽ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ നിന്നാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. പണ്ട് സ്കൂളിൽ പഠിച്ചതുപോലെ നമ്മൾ ഇന്നത്തെ കാലത്തൊരു ഫാഷനാണ് നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ലൈഫിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത്, ഒന്നുകിൽ നൂറ പറഞ്ഞതുപോലെ സ്വന്തം ലൈഫിൽ, അതാണ് ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് സമൂഹത്തിൽ ആർക്കാണോ ഇത് കൊടുക്കാൻ പറ്റുന്നത് അവരിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ സാർ, പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന മലയാള മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിന്റെ ഒരു ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട് ഞാനിവിടെ. ഓ ഗ്രേറ്റ്. അത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഫ്രീ ആയിട്ടാണ് സർവീസ്. ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുത്താൽ മതി. പക്ഷെ അത് കയറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടക്കാണ്. അതിന്റെ അണ്ടറിൽ നിന്ന് ഒരു മോളെ കിട്ടിയിട്ടുണ്ട് ട്യൂഷൻ എടുക്കാൻ. അപ്പൊ മോള് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ട്യൂഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഡിലേഡ് ചൈൽഡ് ആണ്. റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നു അവരുടെ പേരന്റ്. ഞാൻ എടുത്തു തുടങ്ങിയപ്പോ മലയാളമാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോ അതിനിപ്പോ സാറിന്റെ ക്ലാസ്സുകൾ എനിക്ക് വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എവിടെയാണോ ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെ ഉപയോഗിക്കും. കാരണം ഒരാൾ രക്ഷപ്പെടുമ്പോൾ അതിന്റെ ഗുണം നമുക്കും കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതിലൊക്കെ ബിസി ആയപ്പോ നമ്മളുടെ കാര്യങ്ങളിലുള്ള ടെൻഷനുകളൊക്കെ കുറെ കുറയണുണ്ട്. എൻഗേജ് ചെയ്യുമ്പോൾ കുറെ കുറഞ്ഞു കിട്ടും. മാത്രമല്ല, നമ്മളെല്ലാവരും ഒരു നെറ്റ്വർക്കാണ്. എവിടെയെങ്കിലും ഉണ്ടാവുന്ന ചലനങ്ങൾ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് നമുക്കും മൊത്തത്തിൽ കിട്ടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ഇന്നൊരു പേഷ്യന്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അയാള് ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. 2 വർഷം മുമ്പേ ഞാൻ അയാളെ കണ്ടു. പിന്നെ ഇപ്പോഴാ കാണുന്നത്. അയാളെ കിഡ്നി മാറ്റി വെച്ചതാണ്. പിന്നെ കുറെ കാലം ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ട്. പക്ഷെ അയാളുടെ ഒരു ഒപ്റ്റിമിസം എന്ന് പറയുന്നത് സാർ, അയാൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അയാളുടെ കിഡ്നി പോയത് അയാൾക്ക് കുഴപ്പമില്ല, കിഡ്നി മാറ്റി വെച്ചത് പ്രശ്നമില്ല, ഡയാലിസിസ് പെയിൻ ഒന്നും കുഴപ്പമില്ല. അയാൾ പറയുന്നത്, ദൈവം എനിക്ക് ഈ പ്രശ്നം ഇവിടുന്ന് തന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. രണ്ടാമത്തത്, എന്റെ വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട് ഡോണറായിട്ട് എനിക്ക് എന്റെ വൈഫിനെ കിട്ടി. പിന്നെ മൂന്നാമത് പറയാണ് എന്ത്, എന്റെ വൈഫിന് അത് തരാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ. അങ്ങനെ അയാളുടെ ബ്ലെസ്സിങ് ഇങ്ങനെ പറയാണ്. ഇതേ നമ്മൾ തന്നെ പരാതിയും പരിവും പറയുന്ന ഒരുപാട് ആൾക്കാരെ ഡെയിലി കേൾക്കാറുണ്ട്. അത്ര ഒരു പോസിറ്റീവായ ഒരു മനുഷ്യനെ എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു സാർ. അപ്പൊ ഇന്ന് അയാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ്ടും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആ പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അയാളിൽ ഉണ്ട് എന്നാണ്, 2 വർഷം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ചില ആളുകൾക്ക് എല്ലാം ഉണ്ടായിട്ട് ഇത്തിരി സന്തോഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ ഈ പരാതിയായിട്ട് നടത്തുന്നുണ്ട്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. പരാതി പറയുന്ന ആളുകൾ പരാതി അട്രാക്ട് ചെയ്യും.
ഓപ്റ്റിമിസം പറയുന്ന ആളുകൾ ഓപ്റ്റിമിസം അട്രാക്ട്. ദാറ്റ് ഈസ് റിയാലിറ്റി. ഓക്കെ, അപ്പം റൈറ്റ്. അപ്പം നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക, കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ കൊടുക്കുക, ഉപയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ ഉപയോഗിക്കുക. നമുക്ക് സ്വന്തം ജീവിതത്തിൽ ആദ്യം ഉപയോഗിക്കുക. കാരണം ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം നമ്മളതിൻ്റെ എല്ലാ പാർട്ടുകളും 10 ദിവസത്തെ ക്ലാസ്സിൽ പറയാൻ പറ്റൂല. നിങ്ങൾ വായിക്കണം, ഗൂഗിൾ ചെയ്യണം. ഇഷ്ടം പോലെ നല്ല സാധ്യതകളുള്ള ഒരു സംഗതിയാണ് ഈ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറയുന്നത്. സെൽഫ് ഡെവലപ്മെന്റ്, ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ വലിയൊരു സംഗതിയായിട്ട് തന്നെയാണ് ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ. നിങ്ങൾ ആ പുസ്തകത്തിന്റെ കട്ടി കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുത്ത കുറച്ച് സംഗതികൾ മാത്രമാണ് പരമാവധി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കൂടുതൽ വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ജാസ്മിൻ എന്തെങ്കിലും പറയാൻ വേണ്ടി അൺമ്യൂട്ട് ചെയ്തിരുന്നോ? നേരത്തെ അൺമ്യൂട്ട് ചെയ്തതുപോലെ തോന്നി. വീഡിയോയിലുള്ള ജാസ്മിൻ അല്ല. ആ, ജാസ്മിൻ മറ്റേ ജാസ്മിൻ. ആ, പറഞ്ഞോ, ഏതായാലും നിങ്ങൾ പറഞ്ഞോ. I just wanted to thank you because you said this is the last module. പക്ഷേ ഞാൻ പറയുന്ന സാറിന്റെ ഈ ക്ലാസ്സസ് ഓരോ മോഡ്യൂളും ലൈക്ക് എ ഡോർ. യു ഓപ്പൺ ദ ഡോർസ്. Now we have to, each module is a journey. കുറെ ഇപ്പൊ സാർ പറഞ്ഞില്ലേ, കുറെ റിസർച്ച് ചെയ്യാനും വായിക്കാനും ഉണ്ട് ഓരോ മോഡ്യൂളിലും. ആൻഡ് റൈറ്റ് ഫ്രം TA it has always helped us to help other people. TA മുതൽക്കേ നമ്മൾ വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ ഇൻഷാല്ലാ ഈവൻ ദിസ് ഇപ്പൊ എൻ്റെ ഒരു വർക്ക് ലോഡ് കാരണമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും അല്ല. ഞാൻ ഓരോ മോഡ്യൂളിനുള്ളിലോട്ട് കുറെ പോണ ഒരാളാണ്, കുറെ വായിക്കുന്ന ആളാണ്. അപ്പൊ ഇൻഷാല്ലാ I will come back in the group with more information as I get it and as I use it. Inshallah. And thank you so much for the course. Thank you very much. വെൽക്കം. Jazakallah khairan. വെൽക്കം. ഇവിടെ മീനാക്ഷി മാഡം ഒന്നും പറഞ്ഞില്ല, എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞു, ഞാൻ കേട്ടില്ല. മീനാക്ഷി സാധാരണ എല്ലാ സെഷനിലും പറയുന്നോണ്ടാണ് ഞാൻ പിന്നെ മീനാക്ഷി ഇത് ഞാൻ ശ്രദ്ധിച്ചു, ശ്രദ്ധക്കുറവാണെന്ന് അറിയാം, കേട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞത് എക്സ്പീരിയൻസ് എന്തൊക്കെ ഉണ്ടായി മീനാക്ഷി മാഡത്തിന്? തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എല്ലാ സെഷനിലും പറയാറുള്ള പിന്നെ കുറച്ച് ആളുകളിൽ പെട്ട ഒരാളാണ് മീനാക്ഷി മാം. ജാസ്മിൻ കുറേതായിട്ട് കൈ ഉയർത്തിയിട്ടുണ്ട്. ജാസ്മിൻ പറഞ്ഞോളൂ. സർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ വീഡിയോയിൽ വരാത്ത കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ പ്രൊഫഷണലിസ്റ്റുകളാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടതാണ്. ഞങ്ങൾക്കൊരു നഷ്ടം, ഒരു സുന്ദരിനെ കാണാനുള്ള അവസരം പോയി. ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫാണ്. ഇപ്പോൾ അടുത്ത 48ാമത്തെ വയസ്സിൽ ഇപ്പോൾ ഞാൻ +2 എഴുതിയിട്ട് PDC, പണ്ടത്തെ PDC ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. അത് സൈക്കോളജി സംബന്ധമായിട്ട് സ്വന്തം ജീവിതത്തിലായാലും മെച്ചപ്പെടുത്താൻ, ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയാന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യം. അപ്പൊ ഞാൻ ഏത് കോഴ്സ് എടുക്കണം സാറിന്റെ കീഴിൽ ഏതെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. നിങ്ങളൊരു പ്രൊഫഷണൽ തലത്തിൽ ആലോചിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോഴ്സുകളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതെങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ? ഓൺലൈനായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ അത് ഓൺലൈനായിട്ടുള്ളത് തൽക്കാലം ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അത് പിന്നെ നിർബന്ധമാക്കി നമ്മൾ ഇത്ര അവേഴ്സ് നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ കോഴ്സ് നിർത്തി വെച്ചതാണ്. പക്ഷെ നിങ്ങൾ പിന്നെ ഇവിടെ തന്നെയാണോ, നാട്ടിൽ തന്നെയാണോ, പുറത്താണോ ഉള്ളത്? ഇപ്പൊ ഉള്ളത് നാട്ടിലാണ്. ചിലപ്പോ ഖത്തറിൽ പോവാറുണ്ട് മോളടുത്ത്. അവിടെ പോവുകയാണെങ്കിൽ സാധ്യതകളുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെ തന്നെ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം റൈറ്റ് നൗ നമുക്ക് അത്തരം കോഴ്സുകൾ ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് UGCന്റെ നിർദ്ദേശപ്രകാരം. എന്നാൽ പോലും വേണമെങ്കിൽ കോഴ്സുകളുണ്ട്. നമുക്ക് റെഗുലർ തലത്തിൽ നടക്കുന്ന ഹോളിഡേഴ്സിൽ മാത്രം പോയി അറ്റൻഡ് ചെയ്യാവുന്ന കോഴ്സുകളൊക്കെ അതിലിപ്പം നമുക്ക് റെഗുലർ കോഴ്സായിട്ട് ചെയ്യുന്ന കോഴ്സുകളുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ വിൻഡോയിൽ ചോദിച്ചാൽ ഞാൻ പറയാം. അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഖത്തറിലോ? ഖത്തറിലാണെങ്കിൽ അവിടെ കോഴ്സുകളുണ്ട്. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നമ്മൾ ശനി ഞായർ മാത്രം പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഫുൾ അറ്റൻഡൻസ് ഒക്കെ തന്നുകൊണ്ട് ചെയ്യുന്ന നമുക്ക് കോഴ്സുകളും ലഭ്യമാണ്. നമുക്ക് ഓൺലൈൻ ആണ് ഒന്നുകൂടി കംഫർട്ടബിൾ. പുറത്തു പോയി അത്ര എളുപ്പമല്ല. ഓൺലൈൻ ഇപ്പൊ
ഇപ്പം നമുക്കത് സാധ്യമല്ല, പക്ഷെ അത് മാറി വരുന്ന കേൾക്കുന്നു. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ. സർ സജിനയാണ്. ആ പിന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത പോലെയല്ല ഈ 10 മോഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഉള്ളത്. ആ ഈ നൂറ പറഞ്ഞ പോലെ പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഞാനും. അപ്പൊ നമുക്ക് ഈ പാരന്റ്സിന് ഒരുപാട് കാര്യങ്ങളും സർ തെറാപ്പി ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ഒരു ധൈര്യം ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല സർ. മറ്റുള്ളവർക്ക് ഒരു തെറാപ്പി ചെയ്ത് കൊടുക്കാം. പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും അതിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനും ഇപ്പൊ പറ്റുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. അത് നല്ലൊരു പിന്നെ ഇന്റഗ്രൽ ഒപ്റ്റിമിസത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഏജ് ആവുന്നതനുസരിച്ചും നമ്മുടെ ബ്രെയിനിന്റെ ആ മെമ്മറി പവർ കൂടുന്നതാണ് ഇന്റഗ്രൽ ഒപ്റ്റിമിസം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ സർ? യെസ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് ഓഫ് ദിസ് കോഴ്സ്. കാരണം നമ്മൾ കൂടി ഇരിക്കുമ്പോ ചങ്ങായിമാര് എന്ത് പഠിക്കാൻ ഇറങ്ങും പറയും, വയസ്സായി ഇനിയിപ്പൊ നീ ഇതൊന്നും പഠിക്കാൻ നിൽക്കണ്ട, ഇതൊന്നും നിന്റെ തലയിൽ നിൽക്കൂല, ബ്രെയിൻ ഫോഗ്, ആ ഫോഗ്, ഈ ഫോഗ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല സർ. നമ്മളങ്ങനെ അങ്ങനെ അടിച്ചമർത്തുന്ന രീതിയാണ് ചില സുഹൃത്തുക്കളുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കല്. അപ്പൊ ഈ ഒരു കോഴ്സ് കൊണ്ട് ഇങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. പഠിക്കാനും വായിക്കാനും കൂടുതൽ ഒരു ഊർജം തോന്നി സർ. താങ്ക് യു സർ. നമുക്കതിന് പറയുന്ന ഒരു പേരുണ്ട്, ഞണ്ട് ഇഫക്റ്റ്. കേട്ടിട്ടുണ്ടാകും? ഇല്ല, അത് കേട്ടിട്ടില്ല. ഞണ്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ഞണ്ടിനെ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് തുറന്ന പാത്രത്തിൽ കൊണ്ടുപോവാന്ന്. കാരണം ഒരു ഞണ്ടെങ്ങാനും ചാടി രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ ബാക്കി ഞണ്ടുകളെല്ലാം കൂടി അതിനെ പിടിച്ച് പാത്രത്തിലേക്ക് ഇതിന്റെ റിയലാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒരു റിയൽ സംഗതിയാണ്. ഈ ഞണ്ടിന്റെ പ്രത്യേകത അതാണ്. നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഒരു പാത്രത്തിലിട്ട് ചാടിപ്പോവില്ല. കാരണം ചാടിപ്പോവാൻ മറ്റുള്ളവർ സമ്മതിക്കൂല. ഇതുപോലെയാണ് പല മനുഷ്യന്മാരും. എന്തെങ്കിലും പുതിയത് പഠിക്കാനോ മാറാനോ തയ്യാറായാൽ സമ്മതിക്കാത്ത കുറെ ആളുകളുണ്ടാവും. അവരിനി കാണുമ്പോ പാവം ഞണ്ടുകൾ എന്ന് വിചാരിക്കുക, നമ്മൾ ചാടി രക്ഷപ്പെടുക. അതാണ് അതിൽ പറയാനുള്ള കാര്യം. മോഹൻജി, ഒരു 2 കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പോ ചെയ്ത ഈ പൂർണ്ണറിത സംഭവം ഞാൻ ഏതോ ഒരു സമയത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ട്, ബട്ട് കോൺഷ്യസ്ലി ആയിരുന്നില്ല. അത് എവിടെയോ ഇങ്ങനെ എക്കോ ചെയ്ത് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഇനി വീണ്ടും കേട്ടാൽ മാത്രമേ അത് ഏതാന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാൻ വായിച്ച ഒരു കാര്യമായിരുന്നു. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോടെല്ലാം ചെറുപ്പം മുതൽക്കേ വായിച്ചു പഠിക്കണം എന്ന് പറയുന്നില്ലേ, അതിൻ്റെ റീസൺ എന്താണ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രെയിനിന് സൗണ്ടാണ് അത്ര ഏറ്റവും ഈസി ആയിട്ട് ഡെസിഫർ ചെയ്യാൻ പറ്റുന്ന സാധനം. കാരണം 3 മില്ലി സെക്കൻഡ്സിൽ അത് സൗണ്ട് ഇത് ചെയ്യും. അതേ സമയത്ത് 13 മില്ലി സെക്കൻഡ്സ് വേണത്ര വിഷ്വൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ. അപ്പൊ അതുകൊണ്ടാണെന്ന്. പിന്നെ അതിന് അവര് പ്രൂവ് ചെയ്യാൻ, അതിന്റെ പ്രൂവിന് വേണ്ടി പറയുന്നത്, ഗർഭത്തിൽ ഇരിക്കുമ്പോൾ മുതൽക്ക് കേൾക്കുന്ന അമ്മയുടെ ഒച്ച അതിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, അമ്മയുടെ രൂപമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൗണ്ടിന്, അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സ് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് പറയണം എന്ന് പറയണേ. ബിക്കോസ് അത് ഈസിലി നമ്മളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുള്ളത്. ആൻഡ് അത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും എടുക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെവി കൂടി കേൾക്കുന്ന കാര്യമാണ് അത്ര. നോട്ട് സീയിങ് ബട്ട് മോർ ഓഫ് ഹിയറിങ്. അപ്പൊ ശരിക്കും ലേഡീസിന് കുറച്ചുകൂടി അത് നല്ലതായിരിക്കും. ഞങ്ങളുടെയൊക്കെ ഓഡിറ്ററി ഇത്തിരി കൂടുതലല്ലേ പൊതുവെ, അല്ലേ? അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം താങ്ക് യു മുഹമ്മദ് ജി സോ മച്ച്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. അത് ഇന്ന് എല്ലാ ക്ലാസ് തീരുമ്പോഴും ഉള്ള ഒരു ഫീലിംഗ് ആണ്, അയ്യോ ഇന്ന് തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനി വീണ്ടും നമുക്ക് കാണാം മുഹമ്മദ് ജി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും പിന്നെ ആരോടും ഞാൻ നിങ്ങളെയാണ് കേട്ടോ എഴുതിയത്. പേഴ്സൺ, റിമെമ്പർ എ പേഴ്സൺ ഓർ എ പേഴ്സൺസ് ഹു ഹാസ് ഇൻസ്പയർഡ് യു, അല്ലെങ്കിൽ ലവ്ഡ് യു, അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വന്ന പേര് നിങ്ങളുടെയാ. ഞാൻ നിങ്ങളുടെ പേര് എഴുതിയത്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും മീനാക്ഷി മാം പറഞ്ഞ പോലെ സാറിന്റെ പേരാണ് എപ്പോഴും മനസ്സിലുള്ളത്. എപ്പോഴും ഇനി കുറച്ച് നാൾക്ക് ചിലപ്പോ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ കേറില്ല. ഞാനൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ വെറുതെ കേറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് നാൾക്ക് ഞാൻ, എന്നാലും എനിക്ക് എന്തെങ്കിലും ഘട്ടം സാറിനെ വേണമെന്ന് തോന്നിയാൽ ഞാൻ കേറും. ഓക്കെ,
നൂറ വെറുതെ ഇൻഷാ കയറിയതല്ല, നൂറക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ കയറുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകിൽ സ്വന്തം ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക. നൂറെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് അതെ എന്നല്ല, എല്ലാ കോഴ്സുകളും സെൽഫിൽ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മളത് ആ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. Right. അതെ 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 അപ്പൊ എനിക്ക് നല്ല ഉപകാരം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ ഹാപ്പിയാണ്. ആ, കുറെ സ്ത്രീകൾ നല്ല കണ്ണടക്കുന്ന മാറ്റമുണ്ട്. എനിക്ക് തന്നെ അറിയാം. എനിക്ക് ആ സാറിന്റെ കൂടെ കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റാണ്. സാറ് താങ്ക് യു ഹാപ്പി താങ്ക് യു ആയിട്ട് പാർട്ടി കൊണ്ടു ഞാനും സാറ് ഹാപ്പിയാണ്. ഹാപ്പി കാരണം എന്താന്ന് ആയിട്ട് വെച്ച് കഴിഞ്ഞാല് പാർട്ടി ഈ കൊണ്ടെന്ന് പറയാം. എന്താണ് ഞാനും സാറ് എന്റെ മക്കളും ആ അല്ലേ, സ്ത്രീകളൊക്കെ കണ്ണടക്കുമ്പോ എന്റെ മുഖവും എന്റെ പേരും ഒക്കെ ഓർമ്മ വരുമെന്ന് പറയുമ്പോ ഞാന് എന്താ ചില്ലറ കാര്യമാണ് അപ്പൊ അതാ പറഞ്ഞ ഒരു പാർട്ടി നിർബന്ധം കൊള്ളാം കൊള്ളാം, നല്ല ഐഡിയ ആണ് മാമജി, ബെസ്റ്റ് ഐഡിയ ആണ്. സാർ എന്നും നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും കേട്ടോ സാറ്, സ്ത്രീകളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ നമുക്ക് ഈ ഫാമിലിക്ക് ഒരു ഗെറ്റ് ടുഗദർ പോലെ, ഗെറ്റ് ടുഗദർ വെച്ചാൽ ഒരു കൂടിക്കാഴ്ച എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. തീർച്ചയായിട്ടും നമുക്കത് ആലോചിക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിക്കാം. മെയ് മാസം ആലോചിക്കുക, നാട്ടിൽ വരുന്നത്. നമുക്ക് നമ്മുടെ അന്നത്തെ ഫുഡിന്റെയും ഒരു ഇതിന്റെയും ഇത് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് മെയ് മാസം ആലോചിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഈ മാസം നിങ്ങൾ പുറത്തുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പലരും ഒരു ജൂൺ ജൂലൈ ആയിരിക്കും ഗൾഫുകാര്. ജൂലൈ ഓഗസ്റ്റ് ആണ് മെയ്യിലാ നമ്മളൊക്കെ വരുന്നത്. ഒരു ജൂലൈ ജൂലൈ ആണ് സർ, ജൂലൈ ഓഗസ്റ്റ് ആണ്, കറക്റ്റ് ആണ്. ജൂലൈ ജൂലൈ ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റിലാണ് വെക്കേഷൻ. ഗൾഫുകാർ പൊതുവെ അവിടുത്തെ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ആലോചിക്കാം. അത് ആസിഫ് സാർ നിങ്ങൾ തന്നെ അതിനൊരു മുൻകൈ എടുക്കുക. അല്ല, ഞാൻ മെയ് മാസം വരുന്നെന്ന് പറഞ്ഞാണ്. ഇല്ലെങ്കിൽ എന്റെ ഒരു വീതം തരാം. നമുക്കൊരു കാര്യം ചെയ്യാം, മെയ്യിൽ പറയൂ ഒരു മാഡം. പ്രാവശ്യം കൂടാം, ജൂലൈയില് അതെ. വീണ്ടും നമുക്ക് കൂടാലോ, അതിൽ തെറ്റില്ലല്ലോ. അവൈലബിൾ പി ബി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതെ, അതെ, അവൈലബിൾ quality മാഡം മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തല്ലേ? അല്ല, മഞ്ചേരി അല്ലേ? കോഴിക്കോട്. ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. ഓ ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു. അപ്പം പിന്നെ എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ കോഴിക്കോടുള്ളവർക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ പിന്നെ എവരി മന്ത് ഒരു സെഷൻ കോഴിക്കോട് നടക്കുന്നുണ്ട്. ഈ ചെറിയ ചായന്റെ പൈസ മാത്രം വാങ്ങിക്കൊണ്ട്. ഈ മാസം വരുന്നത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ടെക്നിക്സ് ആണ്. ഒരു പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള ലേഡിയാണ് ആ സെഷൻ ചെയ്യുന്നത് എന്നാണ് ബാലകൃഷ്ണൻ സാറ് പറഞ്ഞത്. ഇപ്പൊ താല്പര്യമുള്ളവര് ഉണ്ടെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മാർച്ചിൽ എപ്പോഴാണ്? എല്ലാം തേർഡ് സൺഡേ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. See you again. Good night, sir. Good night. Good night to all. Good night.